ഓക്കെ Can start, അപ്പോ sir. ഓക്കെ അപ്പൊ സാറിനോട് ഇത് പറഞ്ഞപ്പോ സാർ ആദ്യം പറഞ്ഞത് ഈ ഒരു ഫസ്റ്റ് നമ്മൾ സംസാരിക്കേണ്ട പോയിന്റ് ഹൗ യു ഷുഡ് റീഡ് ഇഫ് യു വാണ്ട് ടു റൈറ്റ്. നിങ്ങൾ എഴുതണമെങ്കിൽ എങ്ങനെ വായിക്കണം? അതൊരു വളരെ കൺഫ്യൂസിംഗ് ആയ ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് പല ആൾക്കാരും ഇപ്പോൾ നിങ്ങൾ ബഷീർ എന്ന് കേട്ടിട്ടുണ്ടാവും. ബഷീറൊക്കെ അധികം വായിക്കാതെ എഴുതിയ ഒരാളാണ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ബിക്കോസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം മനുഷ്യന്മാരെ വായിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മൂപ്പറാളുടെ ജീവിതത്തെ വായിക്കുകയാണ് ചെയ്തത്. മൂപ്പറാളുടെ ചുറ്റുമുള്ള എന്താ പറയാ സ്ഥിതിഗതികളെ വായിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എഴുതാട്ടോ, ദാറ്റ്സ് വൺ വേ ഓഫ് റൈറ്റിംഗ്. അപ്പോൾ ഇപ്പൊ അടുത്ത് വളരെ നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ആടുജീവിതം. ആടുജീവിതം നിങ്ങൾ വായിച്ചിട്ടുണ്ടോന്നറിയില്ല. ഐ നോ ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് തിങ്, ബട്ട് ഞാൻ അത് ഒരു മലയാളം ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമ്പോൾ ആടുജീവിതമൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം നിങ്ങൾ ഞാൻ വായിച്ചപ്പോൾ അത് ഇപ്പോ റൈറ്റ് നൗ 100ാമത്തെ കോപ്പിയോ സംതിങ് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പക്ഷെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ലിറ്റററി മെറിറ്റ് കുറഞ്ഞൊരു വർക്കാണ് ആക്ച്വലി. ലിറ്റററി മെറിറ്റ് കുറഞ്ഞൊരു വർക്കായിട്ട് പോലും സ്റ്റോറിയുടെ തീക്ഷ്ണത കൊണ്ട്, ബിക്കോസ് ഓഫ് ദ ഹെവിനെസ്, ബിക്കോസ് ഓഫ് നമ്മളെന്താ പറയാ അത്രത്തോളം ഹാർട്ട് ബ്രേക്കിംഗ് ആയ അത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്ന ഡിസ്റ്റർബ് ചെയ്യുന്ന സ്റ്റോറി ആയിട്ട് വർക്ക്ഔട്ട് ആവാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ എഴുത്ത് സംഭവിക്കാം എന്ന് പറയാം. അപ്പോ ഹൗ യു ഷുഡ് റീഡ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺ, റീഡ് എവറിത്തിങ്. ഇതൊരു നമുക്ക് ഒരു തരത്തിലുള്ള ചൂണ്ടുവലകളും ദർ ആർ നോ ഡയറക്ഷൻസ് ഹിയർ. വി ആർ ലൈക്ക് അതാണ് ഇതിന്റെ ഒരു ഭംഗിയും തോന്നുന്നു. ഞാൻ അഗതയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് ഓർഡർ ഫ്രം കെയോസ്. അതായത് നമ്മൾ ഒരു കെയോസിലേക്ക് സ്വയം നമ്മൾ കടക്കാൻ തയ്യാറാവണം. വി ഹാവ് ടു റിയലി ടിക്കിൾ യുവർ സെൽഫ്. യു ഹാവ് ടു റിയലി ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ വെൻ യു ആർ റീഡിങ് ആക്ച്വലി, നോട്ട് ഓൺലി വെൻ യു ആർ റൈറ്റിംഗ്. നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മളെ കംഫർട്ട്, നമുക്ക് ചില കംഫർട്ട് സോണുകൾ ഉണ്ട്. ലെറ്റ് മീ ടെൽ യു, എന്റെ കംഫർട്ട് സോൺ ഫാന്റസി ആയിരുന്നു. I had a troubled childhood, not because of my parents. I had എന്താ പറയാ അഡോളസന്റ് ഡിപ്രഷൻ ഉണ്ടായിരുന്ന ആളായിരുന്നു മീ. അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കോപ്പപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ ഞാൻ എന്താ ചെയ്തിരുന്ന വെച്ചാൽ വാട്ട് ഐ യൂസ് ടു വേഴ്സ്, ഒന്നുകിൽ ഞാൻ എന്റെ ഡയറി എടുത്ത് എഴുതും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്യുന്ന സംതിങ് ഐ വിൽ റീഡ്, ഞാൻ വായിക്കും. അപ്പോ സംതിങ് എക്സൈറ്റിംഗ് ഓൾവേസ് കംസ് ടു ബി ഫോർ മീ, ദാറ്റ് കംസ് ടു ബി ഫാന്റസി. അപ്പൊ ഫാന്റസിയിൽ എന്താ വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ ട്രിപ്പ് ടു അനദർ വേൾഡ്, റൈറ്റ്? നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്, നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളവിടെ മറക്കുകയാണ്, ആൻഡ് യു ആർ ഗെറ്റിംഗ് എ ടിക്കറ്റ് ടു ഹെവൻ ഓർ സംതിങ്. നമ്മൾ അങ്ങനെ പറന്ന് പോകുമ്പോൾ ദാറ്റ് ഷോർട്ട് ഫ്ലൈറ്റ്സ് ഓഫ് ടെംപ്റ്റേഷൻ ഐ റിയലി യൂസ് ടു ലൈക്ക്. അപ്പൊ ഞാൻ ഒരു സമയത്ത് ഫാന്റസി മാത്രമായിരുന്നു വായിച്ചിരുന്നു, ഓൺലി ഓൺ ഫാന്റസി, നത്തിങ് എൽസ്, ഒന്നുമില്ല. അതായത് ചുറ്റും നടക്കുന്ന ലോകത്തിൽ നിന്ന് നടക്കുന്ന അറിയ പോലും ഇല്ല. ഐ യൂസ് സിംപ്ലി ജസ്റ്റ് നമ്മൾ ആശിക്കാന്ന് പറയില്ലേ, തിന്നുകൊണ്ടിരിക്കുന്ന ഫാന്റസി. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഒരു പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും വായിക്കാൻ തുടങ്ങിയത് ഒരു 16ാം വയസ്സിലാന്ന് പറയാം. അത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ബാലസാഹിത്യം വായിച്ചിട്ടുണ്ട്. ഒരു 16ാമത്തെ വയസ്സിൽ 16ാമത്തെ വയസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അറൌണ്ട് +2 ടൈമില് അച്ഛനെനിക്ക് ഹാരി പോട്ടർ കൊണ്ടുത്തന്നു. അതാണ് ഉണ്ടായത്. എനിക്ക് ആക്ച്വലി ഞാൻ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് HBO ഉള്ളൊരു സമയം. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് ബാറ്റ്മാനോ അങ്ങനെ എന്തെങ്കിലും കാണുന്ന സമയത്ത് ഐ യൂസ് റിയലി ഗെറ്റ് എക്സൈറ്റഡ്. ആ ലാംഗ്വേജ് എന്നെ എക്സൈറ്റ് ചെയ്തിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് അച്ഛൻ എനിക്ക് ഹാരി പോട്ടർ വാങ്ങിച്ചു തന്നത്. വാങ്ങിച്ചു തന്ന സമയത്ത് ആക്ച്വലി അന്ന് ഞാൻ ഇപ്പൊ 33 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് 16 വയസ്സുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയണം. അന്ന് ഇന്റർനെറ്റോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും അത്ര പോപ്പുലറൈസ്ഡ് അല്ല, അത്ര ആക്സസബിൾ അല്ല. സോ ഞാൻ എന്താ ചോദിച്ചാൽ ഡിക്ഷണറി, വലിയ ഡിക്ഷണറി ഒപ്പം വെച്ചിട്ടാണ് ഇത് ഒപ്പം വായിക്കുക, DK ഇല്ലുസ്ട്രേറ്റഡ് ഡിക്ഷണറി. അപ്പോ ഹാരി പോട്ടറിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ വായിച്ചു കഴിഞ്ഞോടുകൂടി എങ്ങനെയാണ് 2 വാക്കുകൾ തമ്മിൽ അർത്ഥം മനസ്സിലാക്കുക എന്ന് മനസ്സിലായി. അതോടുകൂടിയാണ് എന്റെ വായന റിയലി ഇൻഫ്ലെയിംഡ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതാണ് കത്തിപ്പിടിച്ചിട്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ സത്യം പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡിക്ഷൻ ആണ് വായന. വളരെ ഹെൽത്തി ആയിട്ടുള്ള അഡിക്ഷൻ. ഇറ്റ്സ് എൻ അഡിക്ഷൻ, ലെറ്റ് മീ ടെൽ യു. ഇഫ് യു റിയലി സ്റ്റാർട്ട് റിയലി ഡെൽവിങ് ഇൻടു ഇറ്റ്, റിയലി നിങ്ങൾ ശരിക്കും വായനയിൽ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഫണ്ടമെന്റലി ആയിട്ട് നിങ്ങളെ മാറ്റിക്കളയും. എനിക്ക് തോന്നുന്നു സിനിമകൾക്കോ അല്ലെങ്കിൽ സംഗീതത്തിനോ മറ്റേത് വിനോദ സമ്പാദന മാർഗം അല്ലെങ്കിൽ വിവര സമ്പാദന മാർഗത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് തോന്നുന്നത്. വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റലി നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് പുറത്തു വന്നത്. ഇഫ് ഐ ആം ടോക്കിംഗ് ടു യു ജസ്റ്റ് ബിക്കോസ് ഐ റീഡ്,
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പൊ റൈറ്റ്. അപ്പോ അഗെയിൻ ഞാൻ പറഞ്ഞു തുടങ്ങിയത് എന്താ വെച്ചാൽ, ഇഫ് യു റിയലി വോണ്ട് റൈറ്റ്, യു സിംപ്ലി ഹാവ് ടു റീഡ് വാട്ട് എവർ ഈസ് ദർ ഇൻ ഫ്രണ്ട് ഓഫ് യു. എന്തൊക്കെ ഉണ്ടെങ്കിലും വായിക്കാം. ആൻഡ് യു ഹാവ് ടു ഈവൻ റീഡ് ട്രാഷ്. അതായത് നമ്മൾ പറയും അത് മോശമാണ്. മോശമായ ഒരു പുസ്തകം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് പലപ്പോഴും നല്ലൊരു പുസ്തകം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങൾക്ക് അപ്പോ ഞാൻ ഒരു സമയത്ത് ചേതൻ ഭഗത്തിനെ വായിച്ചിരുന്നു. യു നോ ഹിം റൈറ്റ്, ചേതൻ 5.1 അങ്ങനെ. അപ്പൊ ചേതൻ ഭഗത്തിനെ വായിച്ചു തുടങ്ങിയ സമയത്ത് ഐ റിയലി യൂസ് ടു ഹാവ് ഫൺ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയ ലിറ്ററേച്ചർ തൊട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ചേതൻ ഭഗത് ഈസ് ആക്ച്വലി മസാല. യുനോ, ബട്ട് അത് മസാല എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതും വായിക്കണം, വേറെ പലതും വായിക്കണം. Masala is not bad actually. I'm not saying masala is bad, but a lot of masala without much of brains really doesn't help you much. നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോ പിന്നെന്താ വെച്ചാൽ നമ്മൾ ആ സ്റ്റേജിൽ നമ്മൾ പുറത്തിറങ്ങിയാൽ പറഞ്ഞല്ലോ, ഫാന്റസി, ഒരുപാട് ഫാന്റസി വായിച്ചിട്ട് അവസാനം ഫാന്റസി മാത്രമാകുമ്പോൾ കിക്ക് കിട്ടാതായി തുടങ്ങി. സോ ഓൾ അബൌട്ട് നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോഴാണ് ഞാൻ മറ്റ് ജോൺറയിലേക്ക് കടക്കാൻ തുടങ്ങി. ഇപ്പൊ റൈറ്റ് നൗ ഞാൻ എന്താ ചെയ്യാ, റൈറ്റ് നൗ എന്റെ നിങ്ങളോട് സിംപ്ലി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇഫ് യു റിയലി വാണ്ട് ടു ബി എ റൈറ്റർ, യു റിയലി വാണ്ട് ടു ബി productive, if you really want to be creative, what you have to do is at least read multiple books at a time. അതായത് മിനിമം 3. ഒന്ന് നിങ്ങൾക്ക് ഫാന്റസി വെക്കാം, അല്ല ഒന്ന് ജനറൽ ഫിക്ഷൻ വെക്കാം, ഒരു നോൺ ഫിക്ഷൻ വെക്കാം, മേ ബി അനദർ ട്രാവലോ. അങ്ങനെ ഒരു ഇപ്പോ അഗെയിൻ അകത്തേക്ക് അതിന്റെ ആൾ ഒരു 10 പുസ്തകം ഞാൻ എപ്പോ സംസാരിക്കുന്നു അകത്തേക്ക് ഒരു 10 പുസ്തകം ഉണ്ട്, ഒന്നിട്ട് വായിച്ച തീരുവില്ല. ബട്ട് ദാറ്റ്സ് ഫൺ. അത് അതിന്റെ രീതിയാണത്. അതെന്താ വെച്ചാൽ നമ്മൾ യു ഹാവ് ടു ഫീൽ ലൈക്ക് യു ആർ കംപ്ലീറ്റ്ലി ഇൻകംപ്ലീറ്റ്. നമ്മൾ വായിച്ചിട്ട് എവിടെ എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ റീഡിങ്. യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ വായിച്ചിട്ട് ഇഫ് യു ആർ റിയലി സാറ്റിസ്ഫൈഡ്, ദാറ്റ് മീൻസ് യു ആർ നോട്ട് റീഡിങ് ആക്ച്വലി. യു an original reader, a proper reader, a passionate reader can never get satisfied with anything. We are bound to be insatiable. That's the way we have to be. Then only we can do something, then only we can create something, then only we can be something. It's not about what I'm telling you is like when you read like that thought like എനിക്ക് എന്തെങ്കിലും ആവാൻ വേണ്ടി വായിക്കണം, it doesn't help you much. You just read. Okay, ഞാൻ കണ്ടിടത്തോളം എന്താ വെച്ചാൽ പൗലോ കൊയ്ലോ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതി ഉണ്ട്. If you have read The Alchemist, if you really want something the whole world conspire with you to get it, I think you have read the book. Beautiful book. വളരെ രസമുള്ള ഒരു പുസ്തകമാണത്. അതിന്റെ സിംപ്ലി നിങ്ങൾക്ക് അത് വായിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ സംഭവം ഇത്ര സിംപ്ലി ഉള്ളൂ. അതിലത്തെ പ്രൊട്ടഗോണിസ്റ്റ് ഹീസ് ആക്ച്വലി സെർച്ചിങ് ഫോർ treasure, and the treasure was with him all the time. That's how നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആക്ച്വലി നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, പുറത്തൊന്നുമില്ല. Reading, what does reading do to you? Reading really opens some channels that we never even thought of. നമ്മൾ ചിന്തിക്കാത്ത പല സാധനങ്ങളും തുറന്നു കളയും. It's really dangerous. Reading in a way, it's really dangerous. Okay, reading can fundamentally alter your view, the perception of the world, the whole universe actually. നിങ്ങൾ ചുറ്റും കാണുന്ന കാര്യങ്ങളെ മാറ്റിക്കളയും. If you are reading really well for you, not for me. നന്നായി വായിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നന്നായ വായന കേട്ടോ. Reading is a very 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 personal thing. It's a very personal thing. It's almost like love, I have to say. It's a അങ്ങനെ തന്നെയാണ് പുസ്തകങ്ങളോട് ഒരു തരത്തിലുള്ള ഒരു പ്രണയബന്ധം പോലെയാണ് പുസ്തകങ്ങളോട്. പലരോടും ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇപ്പൊ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു പുസ്തകം മേടിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് കത്തിക്കാനൊക്കെ തോന്നും. But I don't do that. But I get that, I get that intense feelings. That's how reading has to be for you. Then only you are into it. Then only you are feeling the vibe. You know what I'm saying? So again, the first point or the main point that I want to really convert to you is, if you want to really really write and be, to evolve, if you want to evolve, read everything. Whatever you can get of everything, including Chetan Bhagat. Chetan Bhagat ഞാൻ ഏറ്റവും മോശം അങ്ങനെ വെക്കുന്നതല്ല. He has his own way of telling a story. That 5.7 നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് 3 Idiots എന്നുള്ള സിനിമയിൽ പോയത്. അദ്ദേഹത്തിന് ഐഡിയ ഉണ്ട്. ബട്ട് എന്താ വെച്ചാൽ മൂപ്പരാളുടെ ഐഡിയ വളരെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് കൺവേ ചെയ്യിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ മാത്രമേ അദ്ദേഹം കൺവേ ചെയ്യിപ്പിക്കുള്ളൂ. യൂഷ്വലി അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. 2-3 പുസ്തകങ്ങൾ വായിച്ചോട് കൂടി എനിക്കൊരു മൈൻഡിൽ ബ്ലോക്ക് വന്നു. അത്രയൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. വെച്ചാൽ ആഫ്റ്റർ സം ടൈം, ഞാൻ പറഞ്ഞല്ലോ, ട്രാഷ് നിങ്ങൾ വായിച്ച് നല്ലത് വായിച്ചു തുടങ്ങിയാൽ കുറച്ച് നിങ്ങൾക്ക് ട്രാഷ് സഹിക്കാൻ പറ്റില്ല. യു കനോട്ട് ജസ്റ്റ് ടേക്ക് ബുൾഷിറ്റ്. നിങ്ങൾ എന്താ പറയാ, ഐ റോബോട്ട് എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൽ സ്മിത്ത് പറഞ്ഞൊരു പോയിന്റ് ആണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ യു റിയലി സ്പോട്ട് ബുൾഷിറ്റ് വെരി ഫാസ്റ്റ്. 1, 2, 3 പേജ് വായിച്ചത് നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് ട്രാഷ്. നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും അത്. That's how you sense it. Okay, if you want to sense that, you really have to get a mover on. You have to read a lot. You have to take that initial risk. If you don't take that initial risk, you're not going to see anything new. അതിലാണല്ലോ ഇരിക്കുന്നത്. എപ്പോഴും എഴുത്തുകാരെപ്പോഴും
യൂഷ്വലി എനിക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന എഴുത്തുകാരെപ്പോഴും അവർ കുട്ടികളെ പോലെയാണ്. എങ്കിലേ അവർക്ക് എഴുതാൻ കഴിയൂ. ലൈക്ക് ദേ ആർ റിയലി എക്സ്പ്ലോറിങ് എവറി ഡേ. ദേ ആർ കുട്ടികൾ കണ്ടിട്ടില്ല, അവിടെ പോയി തൊടും ഇവിടെ പോയി തൊടും, അവിടെ നോക്കി നോക്കും, ചിലപ്പോൾ എന്തെങ്കിലും കടിക്കും, വീഴും. That's the way we have to do. That's the way we have to read. Then only you can really have that, being a writer is being really vulnerable. Let me tell you quite early. If you are നിങ്ങൾക്കൊരു എഴുത്തുകാരനാവണമെന്നുള്ള തോന്നൽ വളരെ നല്ലതാണ്. വളരെ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. ലെറ്റ് മീ ടെൽ യു. പലർക്കും ഓർഗാനിക് ആയിട്ട് എഴുത്ത് വരും, ചുമ്മാ പറയുന്നതാണ്. നമുക്ക് 1, 2, 4, 5 വരെ ഓർഗാനിക് എഴുതാൻ പറ്റും. ബട്ട് എവറി ഡേ, എവറി ടൈം, ഇഫ് യു റിയലി വോണ്ട് ടു produce something that is really good, that is really heartfelt, that is really raw, you have to bear through a lot of pain. ഓക്കെ, നമ്മളത് പലപ്പോഴും ആൾക്കാരെ കളിയാക്കാൻ വേണ്ടി സൃഷ്ടിയുടെ വേദന എന്നൊക്കെ പറയുന്നത്, പക്ഷെ അത് ആക്ച്വലി ഇറ്റ്സ് ക്വൈറ്റ് ട്രൂ. നിങ്ങൾ നല്ലൊരു വർക്ക് ഓഫ് ആർട്ട് നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ദ റൈറ്റർ ഹാസ് ഗോൺ ത്രൂ ഹെൽ, സിംപ്ലി പുട്ട്. അപ്പോൾ മാത്രമേ ആ സാധനം നിങ്ങളിലേക്ക് എത്തൂ. നമുക്ക് അവരുടെ പെയിൻ, അവരുടെ എന്താ പറയുക, അവരുടെ നമ്മൾ പറയില്ലേ ഒരു അഗ്നിപർവ്വതം പൊട്ടിയിൽ ആ പുറത്തു വരുന്ന പോലെയാണ് ഗുഡ് റൈറ്റിംഗ്. ഐ നോട്ട് തിങ്ക് അബൌട്ട് ട്രാഷ്. ഗുഡ് റൈറ്റിംഗ്, ഗുഡ് റൈറ്റിംഗ് ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഫോർ ദാറ്റ് you need lot of reference material. Let me tell you, there is nothing original in this world as of now, because we have been living from 2000 years. Appo original story, of course original stories are there, but ningal endu story paranjalum aa katha munne parayappettundum. So what the only thing you can do is say old stories in a new way. പഴയ കഥകൾ പുതിയ രീതിയിൽ പറയാനേ നമുക്ക് പറ്റും. മനസ്സിലായോ? കാരണം നിങ്ങൾ എന്ത് കഥ ഉണ്ടാക്കിയാലും, ഇൻക്ലൂഡിങ് ഇപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞു ഹാരി പോട്ടർ, യു നോ ഹൗ, ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. ഹാരി പോട്ടർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ ബിഗ്ഗസ്റ്റ് ഇവന്റ് ഇൻ ദ വേൾഡ് എന്ന് പറയാം. അപ്പൊ ആഫ്റ്റർ ബൈബിൾ മേ ബി ദാറ്റ് ഈസ് എ ബുക്ക് ദാറ്റ് ഹാസ് ബീൻ മോസ്റ്റ്ലി, അത്രയും പേര് വായിച്ചിട്ടുണ്ട് ഹാരി പോട്ടർ. ഹൗ കം എ സ്റ്റോറി became so powerful? Just because that person whoever was writing it, J.K. Rowling, she was going through that much and she just really wanted to put something so good. പലപ്പോഴും പല രീതിയിലാണ് സ്ട്രെസ് മനുഷ്യന്മാരെ ബാധിക്കുക. ഓക്കെ, ചില ആൾക്കാർ ഏറ്റവും മോശം കാര്യങ്ങൾ പുറത്തേക്ക് വരും, ചില ആൾക്കാർ ഏറ്റവും നല്ല കാര്യങ്ങൾ പുറത്തേക്ക് വരും. നമ്മൾ പറയാറുണ്ടല്ലോ ഡയമണ്ട്, ഗ്രാനൈറ്റും ഡയമണ്ടും ഉണ്ടാക്കുന്ന ഒരേ പ്രഷറാണെന്ന്. സോ ആ പ്രഷർ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ റൈറ്റിംഗ്. ആൻഡ് reading, in a way it's pleasurable, and in a way it's really gives you a lot of pain, because റീഡിങ്ങിന്റെ കുഴപ്പം എന്താ വെച്ചാൽ ഇൻ എ വേ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ അന്യൻ സിനിമ, ഒരു 2005 റിലീസ് ആയ സിനിമ, ഒരു തമിഴ് സിനിമ കേട്ടോ, അതിൽ അവർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ, അതായത് ഒരു സമയത്ത് ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ, അതായത് ഒരേ സമയത്ത് ഒരുപാട് സ്വഭാവങ്ങളിൽ ഒരുപാട് ആൾക്കാർ തലയ്ക്കുള്ളിൽ ഇരിക്കുന്ന ആൾക്കാർ. അതുപോലെ ആയി പോകും when you really start reading, because നല്ല പുസ്തകങ്ങൾ പ്രത്യേകത എന്താണ്, ആത്മാംശം ഉണ്ടോ, സെൽഫ്, എഴുത്തുകാരന്റെ ഒരു കഷ്ണം പറിച്ചെടുത്തിട്ടാണ് അവർ തരണം. നിങ്ങൾ അഗെയിൻ ഹാരി പോട്ടർ വായിച്ചിട്ടുണ്ടെങ്കിൽ there is a concept called ഹോർക്രക്സ്. അതായത് ഹോർക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ വില്ലൻ ഉണ്ട്, വോൾഡെമോർട്ട് എന്ന് പറഞ്ഞ വില്ലൻ ഉണ്ട്. വില്ലന്റെ സോൾ 7 ഭാഗമായിട്ട് മുറിച്ചിരിക്കുകയാണ്. അതിന് ഓരോരോ ടാലിസ്മൻ അല്ലെങ്കിൽ ഓരോരോ ഇപ്പോ എന്താ പറയുക ലോക്ക്, കീ, ലോക്കറ്റ് അതിലേക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അതുപോലെയാണ് ആക്ച്വലി നമ്മുടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സംബഡി സോൾ. അപ്പോ അത്രത്തോളം പെയിൻ, അത്രത്തോളം ടൈം, അത്രത്തോളം എഫേർട്ട് അതിന്റെ പിറകിൽ, നല്ല പുസ്തകങ്ങളുടെ പിറകിലുണ്ട്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഡു ദാറ്റ്, അത്രത്തോളം വായനയും നിങ്ങളുടെ പിറകിൽ ഉണ്ടാവണം. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, നിങ്ങൾക്ക് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു വാണ്ട് ടു നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് വാട്ട് എവർ യു ഡോണ്ട് ഡു മോർ ദാൻ ദാറ്റ്. സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്വയം കൊടുക്കേണ്ടത് എന്താണ്, എന്നും I have read really nice. ഞാൻ എന്നും നന്നായി വായിച്ചിട്ടുണ്ട്. ഇഫ് യു ആർ, ഞാൻ ചെറിയൊരു കണക്ക് പറഞ്ഞ, ബീങ് എ ഡോക്ടർ ഐ ഓൾവേസ് ടെൻ ടു ഇപ്പൊ നമ്മള് ഒരു ദിവസം 24 മണിക്കൂറാണ്, യു ഡു നോ ദാറ്റ്. അപ്പോൾ 8 മണിക്കൂറാണ് നമ്മൾ ഉറങ്ങുക അല്ലെ. 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ 3 പോയി. ഞാൻ ഇതൊരു സിമ്പിൾ കണക്കാട്ടോ. അപ്പൊ 60 വർഷം ഒരാൾ ജീവിക്കാന്ന് വെച്ചാൽ, അങ്ങനെയെങ്കിൽ അതിന്റെ 1/3, അതായത് 20 വർഷത്തോളം ആ പ്രിയപ്പെട്ട ആള് ഉറങ്ങി തന്നെ തീർക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഉറങ്ങി തീർക്കുന്നുണ്ട്. ബാക്കി 40 വർഷത്തിലാണ് നമുക്ക് ശരിക്കും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ടൈം നമുക്ക് കിടക്കണം. അതിലാണ് നമുക്ക് എഴുതേണ്ടത്, അതിലാണ് നമുക്ക് വായിക്കേണ്ടത്. സോ ടൈം മാനേജ്മെന്റ് ഈസ് എ ബിഗ് തിങ്. അപ്പൊ എന്ത് ചെയ്യുക, അഗെയിൻ ഇത് ഞാൻ ഇത്ര കാലമായിട്ട് വായിക്കുമ്പോഴും എനിക്ക് ആക്ച്വലി ഒരു കാറ്റലോഗ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് അകതെയാണ്.
പകുതി എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇത്രയും വായിക്കുമ്പോൾ എന്തുകൊണ്ട് കാറ്റലോഗ് ചെയ്യുന്നില്ല, ഞാൻ ഇപ്പോഴാണ് കാറ്റലോഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി. ഈ പുസ്തകം ഞാൻ പുസ്തകം വായിക്കണം, ഈ പുസ്തകം ഈ പുസ്തകം വായിക്കണം എന്നുള്ള ഒരു കാറ്റലോഗിങ് വളരെ അത്യാവശ്യം തോന്നും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സർപ്രൈസ് ചെയ്യാം, വേറൊരു പുസ്തകത്തിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അത് വായിക്കാം. ബട്ട് യു ഓൾവേസ് ഹാവ് ടു ഹാവ് എ പ്ലാൻ. ഒരു പ്ലാൻ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ആൻഡ് ട്രൈ ടു സ്റ്റിക്ക് ടു യുവർ പ്ലാൻ. ഓക്കെ, ഇത്ര ഒരു കണക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഗുഡ് റീഡ്സ് എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്, ഐ ഡോണ്ട് നോ ഇഫ് യു ഹേർഡ് ഓഫ് ഇറ്റ്. എങ്ങനെയാ പറയാ, നമ്മുടെ ആമസോൺ ബേസ്ഡ് ആയിട്ടുള്ള, ആമസോൺ ഔൺ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഗുഡ് റീഡ്സ്. ഇറ്റ്സ് എ വെബ്സൈറ്റ്. അതെന്താ വെച്ചാൽ ബുക്സിനെ അവരിങ്ങനെ റേറ്റ് ചെയ്തുകൊണ്ട്, ഇന്റർനാഷണൽ ബുക്സ് ആണ്, ഇപ്പൊ മലയാളം ബുക്സ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പുസ്തകം നിങ്ങൾ അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് യു ക്യാൻ റിയലി ഡൗൺലോഡ് ഇറ്റ് ഫോർ ഫ്രീ. യു ഡോണ്ട് ഹാവ് ടു പേ എനിത്തിങ്, യു ഡോണ്ട് ഹാവ് ടു വറി. അപ്പോൾ അത് നമ്മൾ അവർ എപ്പോഴും പറയും, when you download it for the first time, they ask you to rate your favorite books. So of course you will have a lot of favorite books, right? You keep on rating and they will understand what you really want, and they will start suggesting books for you. And you can always surprise yourself by just simply clicking explore. So you can get more books. That's what I do. So I keep on exploring and I find wonders. You have to understand, അത്രത്തോളം പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ജന്മകാലത്ത് വിചാരിച്ചു വന്ന് വായിച്ചിട്ട് പുസ്തകങ്ങളുണ്ട്. സോ മേക്ക് ഷുവർ, ഇപ്പോൾ ട്രാഷ് വായിച്ച് തുടങ്ങിയിട്ട് ഒരു സമയം കഴിഞ്ഞാൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഓൾവേസ് റീഡിങ് ദ ബെസ്റ്റ്. അതിനുള്ള മാർഗങ്ങൾ ഒന്ന് ഈ ഗുഡ് റീഡ്സ് ആണ്. വേറെ എന്താ വെച്ചാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട്, read 10 to 15 pages of it, you will understand, right? നിങ്ങൾ ഒരു 5-6 വർഷമായിട്ടെങ്കിലും വായിക്കുന്ന ആളാണ് വെച്ച് കഴിഞ്ഞാൽ ട്രാഷ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. അപ്പോൾ വല്ലാതെ ട്രാഷിന് വേണ്ടിയിട്ട് ഒരു സമയം കഴിഞ്ഞാൽ സമയം കൊടുക്കാതിരിക്കുക. Always take out the best, read the best, leave through the best, then only you can produce something really that is heartfelt. Okay, heartfelt ആയിട്ടൊരു കാര്യം ചെയ്തിട്ട് മാത്രമേ എഴുത്തിൽ കാര്യമുള്ളൂ. എഴുത്തല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഒരു തീരെ എളുപ്പമില്ലാത്ത പരിപാടിയാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പൊ നമുക്ക് പലപ്പോഴും തോന്നും നമ്മൾ മെനക്കെട്ട് എഴുതുമ്പോൾ എന്തിനാണ് ഞാൻ എഴുതുന്നത്. ബിക്കോസ് അത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും ചിലപ്പോൾ തകർന്നു പോകും. നമ്മൾ ഒരു 10 പേജ് ഒരു സാലം നിറച്ചുണ്ടാക്കി വരുമ്പോഴേക്കും. സോ യു ഹാവ് ടു ഹാവ് ദാറ്റ് എനർജി, ദാറ്റ് പെർസിസ്റ്റൻസ് ടു ഡു ദാറ്റ്. ദെൻ ഓൺലി യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, പിന്നെ ഒരുപാട് ഒരു കാര്യമുണ്ട്. എന്നെ കുറിച്ച് എനിക്ക് പറയാറിയോ, വേറെ ആരെ കുറിച്ച് എനിക്ക് പറയാറില്ലല്ലോ. സെൽഫ് ഡൗട്ട് വലിയൊരു പ്രശ്നമാണ്. I had a lot of that. I told you, right? I had adolescent depression. I was actually ഒരു വളരെ ഇൻവേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെയാണ് ഞാൻ I really opened myself up. അങ്ങനെ ആവണമെന്നില്ല കേട്ടോ എല്ലാവർക്കും. എന്നെ പോലെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരുടെയും അപ്ബ്രിങ്ങിങ് ഓരോ പോലെയാണ്. ഓരോരുത്തരും കടന്നുപോയ കഥകൾ, അനുഭവിക്കുന്ന കാര്യങ്ങൾ വേറെയാണ്. That's the beauty of it. That is the beauty of it. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, കാറ്റലോഗ് ചെയ്യാം, റീഡ് എവറി ഡേ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നും, അത് അഗൈൻ ബുദ്ധിമുട്ടാണ്, ഒരു ജേർണൽ കീപ്പ് ചെയ്യാം. ചില ആൾക്കാർക്ക് അത് സുഖമായിട്ട് പറ്റും, ചില ആൾക്കാർക്ക് അത് പറ്റാറില്ല. ഒരു ജേർണൽ കീപ്പ് ചെയ്യാം. ജേർണൽ കീപ്പ് ചെയ്തിട്ട് എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് റീഡിങ്, ഓക്കെ, നിങ്ങൾ എന്ത് റീഡ് ചെയ്യുന്ന സാധനത്തെ കുറിച്ച് ഒന്നുകിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ ആസ് റൈറ്റ് നൗ everybody is using mobiles, just go for Google Drive or something. Google Drive എന്നുള്ള സാധനമുണ്ട്. Google Drive എന്നുള്ള സാധനം ഉപയോഗിച്ചിട്ട് നോട്ട്സ് ഒക്കെ സേവ് ചെയ്ത് വെക്കുക. വാട്ട് എവർ യു ആർ റീഡിങ്, വാട്ട് എവർ യു ആർ തിങ്കിങ്, that can really help you. Ayn Rand എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്. I don't know if you have heard of her. Ayn Rand, AYNRAND. She's a writer who has given a thought process called objectivism. Objectivism it's again something against collectivism actually. She is a big proponent of capitalism. She has written 2 beautiful novels called The Fountainhead and The Atlas Shrugged. I don't know if you have heard of her. Most probably in Kerala circumstances, usually people won't push that because we have a communist, we have a socialist leaning tendency here, and Ayn Rand is basically a bit capitalistic, bit what do you say, bit more, not moralist. She's in a way, she gives more importance to self. That's what she talks about being objectivism. So what I was telling you that she used to write copious notes before writing her novels. Her novels are really thick, Fountainhead and Atlas Shrugged, they're like 900,000 pages long in short handwriting. Beautiful novels there. You have to read them.
We are not. So and she used to really write copious notes before touching the pen on her novel. നോവൽ എഴുതുന്നതിന് തൊട്ട് മുൻപ് അവർ അത്രത്തോളം നോട്ട്സ് ഇപ്പോഴത്തെ എഴുതും. ആ നോട്ട്സിന്റെ മുകളിൽ നിന്നാണ് ഷീ പ്രൊഡ്യൂസസ് ദ beautiful prose that is. Okay, so what I was telling you was എപ്പോഴും 3 പുസ്തകം വായിക്കുക. that can really help you. Depends, എപ്പോഴും ജോൺറ മാറ്റിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് ജോൺറ ഫാന്റസി ആയിരുന്നു. അപ്പോൾ ഫാന്റസി അങ്ങനെ ഏതാണോ നിങ്ങളുടെ ജോൺറ, അപ്പൊ ചില ആൾക്കാരുടെ റൊമാൻസ് ആയിരിക്കും, ചില ആൾക്കാരുടെ ക്രൈം ഫിക്ഷൻ ആയിരിക്കാം, ചില ആൾക്കാരുടെ ട്രാവലോഗ്സ് ആയിരിക്കാം. കീപ് ഓൺ റീഡിങ് വാട്ട് യു റിയലി ലിവ് ഫോർ. Keep on reading what you really love until you feel fulfilled. അതായത് അത് വായിച്ചിട്ട് മതിയാവണം, എന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു കഴിഞ്ഞില്ല അത് തോന്നരുത്. ഓക്കെ, ഞാൻ ഇപ്പൊ എന്താ ചെയ്യണേ, ഫാന്റസി മാത്രം വായിച്ച് പിന്നാണ് ഫാന്റസി ഒരു ഭാഗത്ത് വരുന്നത്. ഫാന്റസി, ഐ ഓൾവേസ് റീഡ് ഫാന്റസി. റൈറ്റ് നൗ ഐ ആർ റീഡിങ് ദ ഇക്കാബോഗ് ബൈ ജെ.കെ. റോളിംഗിന്റെ ന്യൂ ബുക്കാണ് ഇക്കാബോഗ്, റീസെന്റ് റിലീസ്ഡ്. അത് എപ്പോഴും ഉണ്ടാവും. ഫാന്റസിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ഒപ്പം പക്ഷേ again I am reading the New Idea of India. That is a book on center right politics in India. Then there is something called as The Hindus by Wendy Doniger. That's archaeological historical thing. Then I am reading something called as The Ethical Slut. That is a book on open relationships. So I keep on challenging myself. I keep on tickling myself. I keep on tickling my brain. Then only I can really write. Okay, then again next that's what again ഞാൻ പറഞ്ഞല്ലോ, ഗുഡ് റീഡ്സ് നിങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും. കീപ്പ് ഓൺ യൂസിങ് ഗുഡ് റീഡ്സ്. ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് യൂസ് ചെയ്യുക. നമുക്കിപ്പോ എഴുതണമെങ്കിൽ എങ്ങനെയൊക്കെ വായിക്കണം എന്നുള്ള ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ ഓപ്പൺ ആയി വായിക്കുക. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, എന്റെ ഫേവറേറ്റ് ബുക്സിനെ കുറിച്ച് പറയാം നെക്സ്റ്റ് പോയിന്റ് ആയിട്ട്. എന്റെ ഫേവറേറ്റ് ബുക്സ് ഞാൻ ഇപ്പൊ ആൾറെഡി ഒന്ന് പറഞ്ഞു, ഐൻ റാൻഡ് ഒരു വർക്കഹോളിക് ആയ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു എന്താ കുറച്ച് വർക്ക്സ് ആണ് ഐൻ റാൻഡ് ചെയ്തിട്ടുള്ള. ഒബ്ജക്ടിവിസം എന്നുള്ള ഐഡിയ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം. ദ ഫൗണ്ടൻ ഹെഡ് ആൻഡ് ദി അറ്റ്ലസ് ഷ്രഗ്ഡ് എന്ന് പറയുന്ന പുസ്തകങ്ങളാണ് അവരുടെ മെയിൻ 2 പുസ്തകങ്ങളായിട്ടുള്ളത്. പിന്നെ ഹാരി പോട്ടർ ബുക്സിന്റെ വലിയൊരു ഫാനാണ് ഞാൻ. ഹാരി പോട്ടർ ബുക്സിന് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ ഫാമിലി, അതേപോലെ തന്നെ വാല്യൂസ്, അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, ലോയൽറ്റി, ഇതിനെ കുറിച്ചൊക്കെ ഇത്ര നന്നായിട്ട് ഞാൻ വേറെ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. ഭയങ്കര ഇമോഷണൽ ആണ് ഫോർ മീ ഹാരി പോട്ടർ ഈസ്. അതുകൊണ്ടാണ് ആ ബുക്സ് ഇത്ര ഹിറ്റ് ആയത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ മാജിക്, ദർ ഇസ് എ മാജിക് ഓഫ് ലവ് ഇൻ ദാറ്റ്. അത്രത്തോളം ഇമോഷണൽ ആയി പോകും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബുക്ക് ആ കൂട്ടത്തിൽ 7 ബുക്സ് ഉണ്ട്. ഇഫ് യു ഡോണ്ട് നോ, ദ പ്രിസണർ ഓഫ് ആസ്കബാൻ എന്ന് പറയുന്ന 3rd ബുക്കാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ. ആ 7 ബുക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് അതാണ്. അപ്പോ വൈ ഹാരി പോട്ടർ ബുക്സ്? ബിക്കോസ് ഹാരി പോട്ടർ ബുക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല അധികം. ബിക്കോസ് മൈ വൈബിങ് വാസ് റിയലി ഡിഫറെന്റ്. സോ ഐ യൂസ് ടു റിയലി ഗെറ്റ് ദർ വാസ് പ്രോബ്ലംസ് അല്ല, പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് ആൾക്കാരുണ്ടായിരുന്നില്ല, സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നില്ല. സോ ഞാൻ അധികം സംസാരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോ ഈ പുസ്തകം ഹാരി പോട്ടർ വാസ് ലൈക്ക് എ ഫ്രണ്ട് ടു മീ. ആ പുസ്തകം ഒരു സുഹൃത്തിനെ പോലെയായി. അപ്പോ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഫോർ മൈ ക്യാരക്ടർ ഡെവലപ്മെന്റ്. എങ്ങനെ പ്രഷർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ അങ്ങനെ പ്രഷർ ഉണ്ടാവുന്ന സമയത്തും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹാരി പോട്ടർ നന്നായിട്ട് കിട്ടും. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ, if you really want to delve in, if you really want to see how good popular fiction can be, pulp fiction can be really good, and Harry Potter is a good example. Go for that. വേറൊന്നും എൻ്റെ ലോർഡ് ഓഫ് ദി റിങ്സ് പറഞ്ഞ ബുക്കാണ്. ലോർഡ് ഓഫ് ദി റിങ്സ്, ഓഫ് കോഴ്സ് യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് ഇറ്റ്. J.R.R. Tolkien. അത് നമ്മുടെ ഹൈ ഫാന്റസി ആണ്. ഹൈ ഫാന്റസി, ബ്യൂട്ടിഫുൾ ലിറിക്കൽ ലാംഗ്വേജ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു മഹാഭാരതം പോലെയാണ് പറയുന്നത്. അത്രത്തോളം നല്ല എന്താ പറയുക ലാംഗ്വേജ് ആണ്, അത്രത്തോളം നല്ല ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് മാത്രമല്ല, മൂപ്പയാളുടെ നമ്മൾ പറയും ഭൂമിക എന്ന് പറയും, ദ വേൾഡ് വേർ ദ ക്യാരക്ടേഴ്സ് എക്സിസ്റ്റ്. അദ്ദേഹം അത്രത്തോളം എക്സ്റ്റെൻസീവ് ആയിട്ടൊരു വേൾഡ് ബിൽഡിംഗ് നടത്തിയിട്ടുണ്ട്. അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആണ്. അദ്ദേഹം അറൌണ്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ് അദ്ദേഹത്തിന്റെ ഐഡിയ കിട്ടുന്നത്. സോ ഈ ഒരു ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ള കോൺസെപ്റ്റിലാണ് അത് പോണേ. നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് വാർ എത്രത്തോളം ആൾക്കാരി നാട്ടുകാരി നാശത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള ബേസിക് ഐഡിയ എന്നാണ് ലോർഡ് ഓഫ് ദി റിങ്സ് എന്നുള്ള നോവൽസ് ഡെവലപ്പ് ആവുന്നത്.
തീർച്ചയായിട്ടും നിങ്ങൾ if you really want to read something really good in English, you have to read them because they really show you how beautiful fantasy can be. Harry Potter is very easy to read. Harry Potter വളരെ ഈസിയാണ് വായിക്കാൻ, നല്ല ലാംഗ്വേജ് ആണ്, വളരെ ഈസി ലാംഗ്വേജ് ആണ്. ബട്ട് ലോട്ട് ഓഫ് തിങ്സ് മൈറ്റ് ബി ലൈക്ക് അതിന്റെ ലാംഗ്വേജ് കുറച്ച് ലിറിക്കലാണ്. ഇടയ്ക്കിടയ്ക്ക് പോംസ് വരും, ഒരുപാട് ഈ പറഞ്ഞല്ലോ വേൾഡ് ബിൽഡിങ്ങിനോട് അനുബന്ധമായിട്ടുള്ള വർണ്ണനകൾ ഉണ്ടാവും. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഞാൻ ആൾറെഡി ആ സീരീസ് 3 ബുക്സ് ആൾറെഡി ഞാൻ 2 വട്ടം വായിച്ചാണ്, 3-ാം വട്ടം വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഇഫ് യു അത് നിങ്ങൾക്ക് അതൊരു പ്രത്യേകതയാണ്. നല്ല പുസ്തകങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ വീണ്ടും 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 വായിക്കുന്നുണ്ടാവും. അതൊരു നല്ല പുസ്തകങ്ങളുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിളാണ്. ഒരു പുസ്തകം നല്ലതാണെന്ന് വെച്ചാൽ യു വിൽ കീപ് ഓൺ റീഡിങ് ഇറ്റ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാസ് ടു ബി. വേറൊന്നാണ് നിങ്ങൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു പുസ്തകമാണ് ആലീസ് അഡ്വഞ്ചേഴ്സ് ഇൻ വണ്ടർലാൻഡ് എന്നാണ്. ലൂയിസ് കരോളിന്റെ, പറഞ്ഞ തെറ്റിപ്പോയതാണ്, ക്ഷമിക്കും. അപ്പോൾ ലൂയിസ് കരോളിന്റെ ചെറിയ പുസ്തകമാണ്. അത് നിങ്ങൾ വായിക്കണം. വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. വൈ ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ്? ബിക്കോസ് ഫാന്റസിയുടെ വേറൊരു തലമാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് നോൺസെൻസിക്കൽ, ഇറ്റ്സ് ഓൾമോസ്റ്റ് അലിഗോറിക്കൽ, ഇറ്റ്സ് റിയലി ഫണ്ണി ഇൻ എ വെരി സ്ട്രേഞ്ച് ഡാർക്ക് വേ. ആക്ച്വലി നമ്മള് എങ്ങനെയാ പറയാ, വല്ലാത്തൊരു പുസ്തകമാണ്. ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്, എന്റെ സെക്കൻഡ് പാർട്ടും അതെ. ഒരു വല്ലാത്ത ഭാഷയാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. മൂപ്പരാള് കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണെന്ന് പറയണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ആക്ച്വലി കുട്ടികൾക്ക് വേണ്ടി എന്ന് പറയപ്പെടുന്ന പുസ്തകങ്ങളാണ്. ആക്ച്വലി ഇത് വളരെ തെറ്റാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളല്ല അതൊന്നും. കുട്ടികൾക്ക് വായിക്കാം, കുട്ടികൾ വായിച്ചു കൊടുക്കാം. പക്ഷേ അതിൽ ഒരുപാട് ഡീപ്പർ ലെയർ ബൈ ലെയർ മീനിങ്സ് കിടക്കും. യു റിയലി ഡിഗ് ഇൻ. ദാറ്റ്സ് വൈ ദേ ആർ ലൈക്ക് വിന്റേജ്. ദേ വിൽ ബി ദേർ. കാലങ്ങളോളം അതവിടെ ഉണ്ടാവും. ഹാരി പോട്ടർ തന്നെ ബേസിക്കലി എന്താ പറയാ, ഫാഷിസം, അതേപോലെ തന്നെ എന്താ പറയാ, നമ്മള് സിനോഫോബിയ എന്നുള്ള ഐഡിയാസിന്റെ മുകളിലാണ് ആക്ച്വലി ഹാരി പോട്ടറിലുള്ള ഹോൾ കോൺസ്ട്രക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ലോട്ട് ഓഫ് തിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ ക്വസ്റ്റ് ഫോർ പവർ. പവറിന് വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഒരാൾക്ക് ഇല്ലാതാവാം, എത്രത്തോളം ഒരാളുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം വരെ നശിച്ചു പോകും. അതാണ് ലോട്ട് ഓഫ് തിങ്സിന്റെ. ആലിസൺ അഡ്വഞ്ചേഴ്സ് ഇൻ വണ്ടർലാൻഡ്, ഐ ഹാവ് നോ ക്ലൂ വാട്ട് ഒരു ഐഡിയ ഇല്ല. ബട്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അത് എന്താണ് അദ്ദേഹം പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ 2 വട്ടം വായിച്ചിട്ടുണ്ട്. എനിക്ക് ഓരോ വട്ടം വായിക്കുമ്പോൾ നല്ല രസമാണ് വായിക്കാൻ, നല്ല രസമുള്ള ലാംഗ്വേജ് ആണ്, എന്തെങ്കിലും ഒന്ന് പുതുണ്ടാവും. പക്ഷെ എന്താ അത് ഉദ്ദേശം എനിക്കിപ്പോഴും മനസ്സിലായില്ല. ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ഐ സപ്പോസ് യു ക്യാൻ again and again read it and think about it. ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് പറയുന്നതിന്റെ ഒപ്പം ഇൻസെപ്ഷൻ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ്. സിനിമകളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. സ്റ്റിൽ ക്രിസ്റ്റഫർ നോളന്റെ സിനിമകളൊക്കെ ഏതാണ്ട് പുസ്തകങ്ങളെ പോലെയാണ്. ആൻഡ് ദാറ്റ്സ് ഹൈ പ്രൈസ് റൈറ്റ് ദേർ. ദെൻ എൻ്റെ ഒരു എന്താ പറയുക, വളരെ ഫേമസ് ആയിട്ടുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നോൺ ഫിക്ഷൻ ആണ് ദ ഗോഡ് ഡെലൂഷൻ ബൈ റിച്ചാർഡ് ഡോക്കിൻസ്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ദ ഗോഡ് ഡെലൂഷൻ. ബിക്കോസ് ഇറ്റ് റിയലി ഗീവ്സ് യു ദ ഐഡിയ അബൌട്ട് റേഷണലിസം. എന്താണ് റേഷണലിസം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്തിനു വേണ്ടി റേഷണലിസം, അത് റേഷണലിസം ആസ് എ റൈറ്റർ എത്രത്തോളം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ബിലീഫ് ഉണ്ടെങ്കിലും ബിലീഫ് ഇല്ലെങ്കിലും, പാസീവ് ബിലീഫ് ആണെച്ചാലും സെമി ബിലീഫ് ആണെച്ചാലും ഡസന്റ് മാറ്റർ, യു go and read the God Delusion. That can really help you push your boundaries. Okay, because Richard Dawkins gives you a lot of beautiful ideas that out of the box. Yeah, usually in a box. Then എൻ്റെ ഒരു വലിയ എന്താ പറയാ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഗ്രാഫിക് നോവൽസ്. ഗ്രാഫിക് നോവൽസ് പറഞ്ഞാൽ നമ്മുടെ പണ്ട് ബാലരമാമർ ചിത്രകഥ കേട്ടിട്ടില്ലേ? അത് നമുക്ക് ഇപ്പോ കേരളത്തിൽ അത് കുറവാണ്. ഇപ്പൊ തകരയുടെ ഒക്കെ ഞാൻ ഇപ്പൊ കണ്ടു ഗ്രാഫിക് നോവൽ DC ഇറക്കിയിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടില്ല, വാങ്ങിക്കണം. അപ്പോൾ തകര എന്ന് പറഞ്ഞാൽ പത്മരാജന്റെ ഒരു നോവലാണ് കേട്ടോ. ബ്ലാങ്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ക്രെയ്ഗ് തോംസൺ എന്നൊരു നോവൽ ഉണ്ട്. ബ്ലാങ്കറ്റ്സ് ഇസ് എ ബ്യൂട്ടിഫുൾ നോവൽ. ഇറ്റ്സ് അബൌട്ട് എക്സിസ്റ്റലിസം, ഫെയ്ത്ത്, ആർട്ട്. ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഫെയ്ത്തും അദ്ദേഹത്തിന്റെ ലവും കൂടിയുള്ള കോൺഫ്ലിക്റ്റിൽ അദ്ദേഹത്തിന്റെ ആർട്ട് വരുമ്പോൾ അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് കാണിക്കുന്നതാണ് ബ്ലാങ്കറ്റ്സ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ നോവൽ, ഗ്രാഫിക് നോവൽ, അസാധ്യ നോവലാണ്. നിങ്ങൾക്ക് എങ്ങനെയാ പറയാ, പോയിഗ്നന്റ് എന്നുള്ള വേർഡില്ലേ, പോയിഗ്നന്റ്, ആ ഒരു വേർഡിന് ഒരു നോവൽ ഉണ്ടാക്കിയ പോലെയാണ്. അത്രത്തോളം സ്വീറ്റ് ആൻഡ് മെലാങ്കളിയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാലം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കും. ഇഫ് യു ലവ് സ്റ്റോറീസ്, ഓഫ് കോഴ്സ്, ഹു ഡസന്റ് ലവ് സ്റ്റോറീസ്. വേറൊന്നാണ് MAUS, മൗസ്. ദാറ്റ്സ് അനദർ ഗ്രാഫിക് നോവൽ ബൈ ആർട്ട് സ്പീഗൽമൻ.
which is something you have to really read. It's about the Holocaust survivor. It's about a Holocaust survivor. The Holocaust survivor, നമ്മുടെ നാസി ജർമ്മനി, ഹിറ്റ്ലർ ജ്യൂസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ തടങ്കൽ പാളയങ്ങളും ഗ്യാസ് ചേമ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കി അതിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ജ്യൂ പറയുന്ന കഥയാണ് ആക്ച്വലി ദ മൗസ്. അതിലെന്താ വെച്ചാൽ Jews are depicted as mouse and the Germans are depicted as the cat. അങ്ങനെയാണ് അതിന്റെ വര പോണേ. അസാധ്യ വരെയാണ്, അസാധ്യ ബുക്കാണ്. ഇറ്റ്സ് എ memoir, not exactly a novel, it's a memoir. പിന്നെ നിങ്ങൾ ഗ്രാഫിക് നോവൽസിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ദ വാച്ച്മാൻ ബൈ അലൻ മൂർ. അലൻ മൂർ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഹീസ് ലൈക്ക് എ ഷേക്സ്പിയർ ഇൻ ഗ്രാഫിക് നോവൽസ്. ഗ്രാഫിക് നോവൽസ് ഉള്ള മീഡിയത്തിലെ ഒരു ഷേക്സ്പിയർ ആണ് അലൻ മൂർ. ഓക്കെ, beautiful guy, not in the way he looks beautiful, his writing is so beautiful. The Watchmen is a superhero novel. There is a movie on it, directed by Zack Snyder. The movie is good, but the Watchmen novel, graphic novel, is too damn good. Give it a try. You will really understand how the medium of comics can be, used for saying things that cannot be easily said. Okay, ദയവായിട്ട് വാച്ച്മെൻ ട്രൈ ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് നോക്കേണ്ട വേറൊരു പുസ്തകമാണ് പെർസെപോളിസ്, PRSEPOLIS, പെർസെപോളിസ്. ഞാൻ ആ ഓഥറുടെ പേര് മറന്നുപോയി, ക്ഷമിക്കണം. പെർസെപോളിസ് ഇസ് ലൈക്ക് ഫ്രം ഇറാനിയൻ. Thank you, Marjane Satrapi. Beautiful novel. Okay, beautiful novel. Thank you for that. Marjane Satrapiയുടെ Persepolis. It's about ഇസ്ലാമിക് റെവല്യൂഷന്റെ സമയത്ത് ഉള്ള ഇറാനും അവിടെ ഉള്ള ഒരു പെൺകുട്ടിയും കുറിച്ച് പറയുന്നതാണ്. It talks about toxic faith, how toxic faith can be, and it talks about feminism. It's about a female at the end of the day. Beautiful novel. Point ഞാൻ നേരത്തെ പറഞ്ഞത്, a bit funny, sarcastic, dark. തീർച്ചയായിട്ടും നിങ്ങൾ അതും ട്രൈ ചെയ്യുക. ഗ്രാഫിക് നോവൽസിന്റെ മെച്ചം എന്താ വെച്ചാൽ നമുക്ക് വളരെ ചെറിയ പേജുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും, പ്രൊവൈഡഡ് ദ ആർട്ട് ഹാസ് ടു ബി ഗുഡ്. ആർട്ട് നല്ലതാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതാണ് ഗ്രാഫിക് നോവൽസ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു പൾപ്പ് ഫിക്ഷനിൽ നിങ്ങൾക്ക് വളരെ ചെറിയ നോവലാണ് ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് ബൈ ജോൺ ഗ്രീൻ. അത് എങ്ങനെയാ പറയാ, പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ കഥ കേട്ട ഒരു പൈങ്കിളി കഥ എന്ന് തോന്നും, ബട്ട് the thing with love stories are if they're properly packaged, they become enduring. Okay, and The Fault in Our Stars is a beautiful novel. It's a small novel. It talks about love and loss, and you have to read it. Narrative വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ഒരു നറേറ്റീവ്, എത്രത്തോളം സ്നേഹം, എത്രത്തോളം വിഷാദവും, എത്രത്തോളം ലോങ്ങിങ് കൊണ്ടുവരാൻ പറ്റുന്ന The Fault in Our Stars കാണിച്ചു തരും. ഒരുതപ്പെട്ട മനുഷ്യന്മാരൊക്കെ വെച്ചാൽ അത് വായിച്ച വിളിക്കറിയും. അത്രത്തോളം നല്ലൊരു റൈറ്റിംഗ് രീതിയാണ് The Fault in Our Stars'ല് ജോൺ ഗ്രീൻ ഉപയോഗിച്ചിട്ടുള്ള. പ്ലീസ് ഡു റീഡ് ദാറ്റ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്ന വേറൊരു പുസ്തകമാണ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു റിയലി ലുക്ക്, യു ഹാവ് ടു റിയലി റീഡ് ദിസ്. ദിസ് ഇസ് കോൾഡ് ദ ഹൗസ് ഓഫ് ലീവ്സ്. യു കൻ സീ ദാറ്റ്, റൈറ്റ്? ഇറ്റ്സ് എ ബിഗ് ടോം ഓഫ് എ ബുക്ക്. ഇറ്റ്സ് കോൾഡ് എർഗോഡിക് ലിറ്ററേച്ചർ. അതിനെ എർഗോഡിക് ലിറ്ററേച്ചർ എന്നാ പറയുക. ദാറ്റ് മീൻസ് സ്വതവേ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ അകത എനിക്കൊരു പുസ്തകം കാണിച്ചിരുന്നു, എപ്പിസ്റ്റോളട്രി, അതായത് കത്തുകളുടെ. പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു അകത? ഐ ഫോർഗോട്ട്. ഓർമ്മയുണ്ടോ? എക്സാക്ട്ലി. അതിന്റെ ആ പുസ്തകത്തെ പോലുള്ള വേറൊരു പുസ്തകമാണ് ദ ഹൗസ് ഓഫ് ലീവ്സ്. അതും എർഗോഡിക് ലിറ്ററേച്ചർ ആണ്. എർഗോഡിക് ലിറ്ററേച്ചർ മീൻസ് സ്വതവേ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ തുറക്കുന്നു, വായിക്കുന്നു, ഇങ്ങനെ വായിച്ചു പോണു. എർഗോഡിക് ലിറ്ററേച്ചറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങനെ വായിക്കാൻ പറ്റില്ല. അതിൽ ഒരുപാട് തരത്തിലുള്ള നറേറ്റീവ് ടെക്നിക്സ് വേറെ യൂസ് ചെയ്യും. ചിത്രങ്ങൾ ഉണ്ടാവും, ബ്ലാങ്ക് സ്പേസസ് ഉണ്ടാവും, പസിൽസ് ഉണ്ടാവും. ഇപ്പോൾ ഹൗസ് ഓഫ് ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് റിട്ടൺ ബൈ മാർക്ക് സെറ്റ് ഡാനിലൂസ്കി അറൌണ്ട് ദ ഇയർ 2000. ഞാൻ കണ്ടിടത്തോളം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചു കാലമല്ലോ വായിക്കുന്നു, ഇത്രത്തോളം നറേറ്റീവ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള, ഇത്രത്തോളം നോവൽ എന്നുള്ള ഐഡിയ ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ലൈബ്രറി ഉണ്ടെങ്കിൽ ഇത് നോക്കുക, അല്ലെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഹാർഡ് കവർ ഇപ്പൊ കാണുന്നില്ല, ബട്ട് സോഫ്റ്റ് കവർ പേപ്പർ ബാക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതിലെന്താ വെച്ചാൽ ബ്ലാങ്ക് സ്പേസസ് ഉണ്ടാവും, അതേപോലെ തന്നെ എന്താ പറയാ, പല തരത്തിലുള്ള എഴുത്ത് രീതികൾ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടോ? ഇതിന്റെ അടിയിൽ രണ്ട് ഭാഗത്ത് മാത്രമേ എഴുത്തുള്ളൂ,
അതൊക്കെ ഇതിന്റെ നറേറ്റീവിന് ആവശ്യമുള്ളതാണ്. റിയലി വർക്ക്സ് ഔട്ട്. ഇത് സൈക്കോളജിക്കൽ ഹൊററാണ് ഈ പുസ്തകം, സൈക്കോളജിക്കൽ ഹൊറർ. ഓക്കെ, ലെറ്റ് മീ ടെൽ യു, ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ എന്ത് എഴുതാൻ നോക്കുമ്പോഴും ഞാൻ ചിന്തിക്കും ഇതുപോലെ ആവില്ലല്ലോ എന്ന്. എല്ലാം ഇതുപോലെ ആവണമെന്നല്ല, പക്ഷേ ദിസ് ക്യാൻ റിയലി അൺസെറ്റിൽ യു, ആൻഡ് ദാറ്റ്സ് സേയിങ് എ ലോട്ട്. ദിസ് ക്യാൻ റിയലി അൺസെറ്റിൽ യു. ഐ ഹോപ്പ് ഇറ്റ് അൺസെറ്റിൽസ് യു, ബിക്കോസ് സച്ച് ബുക്സ് ക്യാൻ റിയലി ടിക്കിൾ യുവർ ബ്രെയിൻ. ഈ പുസ്തകം എർഗോയിക് ലിറ്ററേച്ചറിന്റെ ഒരു പിന്നാക്കിളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഈ പുസ്തകം കയ്യിലെടുക്കുക. ഓക്കെ, സോ ഐ തിങ്ക് എന്റെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഇനി ഒരുപാട് പുസ്തകങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇഫ് ഐ കീപ് ഓൺ സേയിങ് ഇറ്റ്, ഐ വിൽ കീപ് ഓൺ സേയിങ് ഇറ്റ്. ഇഫ് യു വാണ്ട് ടു ആസ്ക് മീ സംതിങ്, യു ക്യാൻ ആസ്ക് മീ സംതിങ്, ഓർ എൽസ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം അങ്ങനെയല്ല തോന്നുന്നു സാർ, എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതൊരു മോണോലോഗ് ആയി പോകും. ബിജു സാർ, യു ആർ ദേർ? ഹലോ 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 ആ സാർ, അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാട്ടോ സാർ. കാരണം എന്താ വെച്ചാൽ മറ്റേത് ഞാൻ മാത്രം സംസാരിക്കല്ലേ. ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്, കാരണം ഭയങ്കര ഹാരി പോട്ടർ ഫാൻസ് ഒക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. ആണോ? എന്നാ ക്വസ്റ്റ്യൻസ് പോരട്ടെ. എല്ലാവരും പതുക്കെ ക്വസ്റ്റ്യൻ. ഞാൻ അകതേനെ ക്ഷണിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യന്, കാരണം പിള്ളേരൊക്കെ ജസ്റ്റ് ഒന്ന് വാമപ്പ് ആവാൻ കുറച്ച് സമയം എടുക്കും. ആയിക്കോട്ടെ, എന്നാ അകതാ ചോദിക്കൂ. അകതാ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു മലയാളം റൈറ്റിങ്ങിനെ കുറിച്ച്, മലയാളം ഫിക്ഷനെ കുറിച്ച്. അകതൊക്കെ അറിയാം, ഞാൻ മലയാളം അധികം വായിക്കാറില്ല. അപ്പോ ഞാൻ വളരെ കുറച്ച് ഇപ്പൊ അടുത്താണ് മലയാളം ആക്ച്വലി വായിച്ചു തുടങ്ങിയത്. എന്റെ തെറ്റാണ്. എന്റെ കയ്യില് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മറ്റൊരു ലാംഗ്വേജ് പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് ഞാൻ കൂടുതൽ അതാണ് വായിച്ചത്. എന്റെ ഇപ്പൊ കറന്റ് ഫേവറേറ്റ് ആക്ച്വലി KR മീരയാണ് ഞാൻ വായിച്ചതിൽ. ആരാച്ചാറാണ് ഇപ്പൊ റൈറ്റ് നോ വായിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം. പിന്നെ ഇപ്പൊ അടുത്ത് വായിച്ച വളരെ ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ധർമ്മപുരാണം. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സറ്റയർ, നോട്ട് ബ്യൂട്ടിഫുൾ, വെരി ഒബ്സീൻ, ഒരുപാട് ഒബ്സിനിറ്റി ഉണ്ട്. ബട്ട് ദ പോയിന്റ് ഇസ് ഇറ്റ് റിയലി ഗീവ്സ് യു ദ പോയിന്റ് അക്രോസ്. അസാധ്യ പുസ്തകമായിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ ഖസാക്കിന്റെ ഇതിഹാസം വാസ് റിയലി ബ്യൂട്ടിഫുൾ. എനിക്ക് ഈ മാജിക് റിയലിസം, ഈ ഫാന്റസിയുടെ ബാക്കിയാണത്. മാജിക് റിയലിസം എവിടെയുണ്ടോ ഐ ആം എ സക്കർ ഫോർ ദാറ്റ്, സോ ഐ കീപ് ഓൺ ടിക്കിംഗ് ദാറ്റ്. സോ അത്തരം പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ റൈറ്റ് ഞാൻ വായിച്ചോണ്ടിരിക്കുന്ന ഒരു വിനോയ് തോമസിന്റെ ഒരു പുച്ചുണ്ട്, അത് കൊള്ളാം, അതും നന്നായിട്ടുണ്ട്. അതൊരു കൊള്ളാം. ഞാൻ പിന്നെ അതാ പറഞ്ഞ മലയാളം, സത്യം പറഞ്ഞാൽ ഞാൻ ക്വാളിഫൈഡ് അല്ല മലയാളത്തെ കുറിച്ച് സംസാരിക്കാൻ. ദാറ്റ്സ് എ പോയിന്റ്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ പിന്നെ ഇപ്പൊ സ്റ്റോറി ടെൽ യൂസ് ചെയ്യാണ് ഞാൻ. ഐ യൂസിങ് ആൻ ആപ്പ് സോ ദാറ്റ് ഐ ക്യാൻ സിംപ്ലി ലിസൺ ടു ഇറ്റ്. റൈറ്റ് നൗ ഞാൻ കുറെ പുസ്തകങ്ങൾ കേട്ടു. ഇപ്പോൾ നാർമടിപ്പുറവ് കേട്ടു, അതും കൊള്ളായിരുന്നു. ബട്ട് ഒരു 100 പുസ്തകമെങ്കിലും എന്റെ കിറ്റിയിൽ ഇല്ലാതെ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇംഗ്ലീഷ് ആണെന്ന് എനിക്ക് പറയാൻ കഴിയും, മലയാളം എന്താ വെച്ചാൽ എനിക്ക് ഇത്ര പുസ്തകങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ് സത്യം. സോ ഐ എം നോട്ട് ക്വാളിഫൈഡ് ഇനഫ്. സോറി അഗത. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ തന്നെ സാറേ, ഞാൻ ചോദിക്കാം. ബിജു സാർ ചോദിക്കും. ഒരു പുസ്തകം വായിച്ചിട്ട് when do you think it is worth reviewing? സത്യമാണ്, ഞാൻ അങ്ങനെ ഇപ്പൊ റൈറ്റ് നോ ചെയ്യുന്നത് വെച്ചാൽ വാട്ട് എവർ ഐ റീഡ് ഐ റിവ്യൂ. അതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യേണ്ട പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇഫ് ദേ ആർ വർത്ത് വിസിറ്റിംഗ് അഗെയിൻ, ഓർ ഇഫ് ദേ ഗിവ് യു സംതിങ് റിയലി ടേക്ക് ഇറ്റ് ഹോം. അതായത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പോയിന്റോ ഒരു ചിന്തയോ ഒരു ബിംബമോ അല്ലെങ്കിൽ ഒരു ഇമോഷനോ എങ്കിലും ബാക്കി വെക്കുന്ന പുസ്തകങ്ങളാണ് റിവ്യൂ ചെയ്യപ്പെടേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലാത്ത പുസ്തകങ്ങൾ ഉണ്ട് പലപ്പോഴും. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ അത്തരം പുസ്തകങ്ങൾ ഞാൻ വായിക്കാറില്ല. ഞാൻ 1-2 വർഷം മുന്നേ വരെ അത്തരം പുസ്തകങ്ങളിലേക്ക് ഞാൻ എത്തുന്നുള്ളൂ. ഇപ്പൊ എന്താ വെച്ചാൽ മാക്സിമം എൻ്റെ കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ നോർമലി കുഴപ്പമില്ലാത്ത ബുക്സ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പോയിന്റ് അതിൽ പറയാനോ കേൾക്കാനോ അറിയിക്കാനോ ഉണ്ടാവും. അത്തരം പുസ്തകങ്ങളാണ് റിവ്യൂ ചെയ്യപ്പെടേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് എന്താ വെച്ചാൽ നമ്മളെ ദേഷ്യം പിടിപ്പിക്കലും വേണം. എന്തെങ്കിലും ഒരു ഇമോഷൻ നമ്മളിലേക്ക് ഉണർത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ അല്ല കേട്ടോ, ദർ ഇസ് എ ഡിഫറൻസ്. അതായത് ആരാച്ചാർ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ആരാച്ചാർ വായിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയി, നോട്ട് ബിക്കോസ് ഓഫ് അതിന്റെ
ലിറ്ററേച്ചർ എന്നതായിട്ടല്ല, ബിക്കോസ് അത്രത്തോളം ഡിസ്റ്റർബിംഗ് ആയ ഒരു കണ്ടന്റ് ആണ്. അങ്ങനെ ആവാം, അത് ഡിസ്റ്റർബിംഗ്ലി ഗുഡ്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഡിസ്റ്റർബിംഗ്ലി ഗുഡായ പുസ്തകങ്ങളാണ് യൂഷ്വലി റിവ്യൂ ചെയ്യാറ്. അല്ലെങ്കിൽ എന്താവണം, അവർ വളരെ വളരെ മെസ്സേജ് ഓറിയന്റഡ് ആവണം. അതും അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ടാവണം. ഞാനിപ്പോൾ ഒരുപാട് നോൺ ഫിക്ഷൻ വായിക്കുന്നുണ്ട്. സോ നോൺ ഫിക്ഷൻ വായിക്കുമ്പോൾ ഒക്കെ തന്നെത്താനെ ആ പുസ്തകങ്ങളൊക്കെ റിവ്യൂ ചെയ്യാനുള്ള വക ഉണ്ടാവും. ബിക്കോസ് ഐ യൂഷ്വലി ടേക്ക് സൈക്കോളജി, സെക്ഷുവാലിറ്റി, അതും അല്ലെങ്കിൽ എൻവയോൺമെന്റലിസം, ഇത്തരം പുസ്തകങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പൊളിറ്റിക്സ് ഇതൊക്കെയാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ക്രൈറ്റീരിയ. ഹരാരയുടെ പുസ്തകം വായിച്ചായിരുന്നോ? ഞാൻ സാപ്പിയൻസ് വായിച്ചതാണ്. ഐ ഹാവ് റെഡ് ഇറ്റ് 3 years back, but the point is I have forgotten most of it. I have to reread it. Without rereading I cannot tell anything, because that time it was a cursory reading. Just to watch it. ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നോൺ ഫിക്ഷൻ അധികം വായിച്ചിട്ടില്ല. നല്ലൊരു, നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹരാരെ വായിക്കണം. ഞാൻ ഹരാരനെ മനസ്സിൽ വരാത്തതെന്ന് വെച്ചാൽ ഹരാരെ ഞാൻ മറന്നുപോയി. ബിക്കോസ് അതിന്റെ ചില പോയിന്റ്സ് മാത്രം, അദ്ദേഹം പുട്ടോക്രസി ചില പോയിന്റ്സ് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. ആ പുസ്തകത്തിന്റെ ബേസിക് ഐഡിയാസ് എന്റെ തലേന്ന് പോയിക്കുന്നു. ഞാനത് റീറീഡിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന പുസ്തകമാണ് ഹരാരെ. ഹരാരെ ഓഫ് കോഴ്സ് ഇസ് എ ബ്യൂട്ടിഫുൾ വേ ടു റിയലി സ്റ്റാർട്ട് യുവർ നോൺ ഫിക്ഷൻ. ഹരാരെ വായിക്കുമ്പോൾ നോൺ ഫിക്ഷൻ ആണെന്ന് തോന്നില്ലേ നമുക്ക്? അത്ര നല്ല ലാംഗ്വേജ് ആണ്, അതൊരു സത്യമാണ്. താങ്ക് യു വിജു സർ ഫോർ സജസ്റ്റിംഗ് ദാറ്റ്. ഐ ഹാവ് ഫോർഗോട്ടൻ ഇറ്റ്. എനിത്തിങ് എൽസ്? കാർത്തിക സെഷൻ അറ്റൻഡ് ചെയ്യായിരുന്നോ? കാർത്തിക ആയിരുന്നു നമ്മുടെ ഫാൻ, ബട്ട് ഐ തിങ്ക് കാർത്തിക ജസ്റ്റ് ജോയിൻ. ആണോ? ഞാൻ പറഞ്ഞ ഹാരി പോട്ടർ ഫാൻ ആണോ? ഓക്കെ ഓക്കെ. ചോദിക്കാം, നിർബന്ധങ്ങളില്ല കേട്ടോ. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. മറ്റേ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഇരുന്ന് ഓരോന്ന് മോണോലോഗ് ആവണ്ട വെച്ച് പറഞ്ഞാണ്. Hello, sir. Oh, can you tell me your name? I'm Blessy Annatha. Okay, പറയൂ ബ്ലെസ്സി. Sir, ഇപ്പൊ പറഞ്ഞില്ലേ സാർ ആക്ച്വലി വായിച്ചു കഴിഞ്ഞിട്ട് completely forget about it. അയ്യോ ശബ്ദം കട്ടായി പോണു, സോറി മോളെ. ഇപ്പൊ കേൾക്കാവോ? സാറിന്റെ ഇതൊന്ന് മ്യൂട്ട് ചെയ്യാവോ? സൗണ്ട് എന്റെ സൗണ്ട്? ഓ ഷുവർ. ബ്ലെസ്സി പറഞ്ഞോളൂ. ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. സോ ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് മ്യൂസിങ് പോലെ. ഞാൻ ഇപ്പൊ സാർ പറഞ്ഞു സാറ് ബുക്ക് വായിച്ചിട്ട് യു കംപ്ലീറ്റ്ലി forgot about it. ലൈക്ക് ഞാനും അത് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മളൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു കാര്യത്തിൽ അത് പിന്നെയും റീറീഡ് ചെയ്യാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ റീറീഡ് ചെയ്യാൻ ഐ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു റീഡ് എ ബുക്ക് വൺസ് ഐ ഹാവ് നോൺ ദ ഹോൾ സ്റ്റോറി ആൻഡ് കണ്ടന്റ് ആൻഡ് എവറിത്തിങ്. സോ നമ്മൾ ആ ആദ്യത്തെ തൊട്ട് അവസാനം വരെയുള്ള ആ ഒരു സ്റ്റോറി ലൈൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അത് അറിഞ്ഞുകൊണ്ട് പിന്നെയും വായിക്കാൻ ഐ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. അതൊരു കാര്യം. പിന്നെ ഞാൻ കുറെ ബുക്സ് വായിച്ചിട്ടുണ്ടെങ്കിലും കുറെ കഴിയുമ്പോഴത്തേക്കും ഐ ഡോണ്ട് കീപ്പ് എ റെക്കോർഡ് ഓഫ് ഇറ്റ്. സോ നമ്മൾ വായിച്ചു കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു ബുക്ക് വായിച്ചെന്ന് വരെ മറന്നുപോയ അങ്ങനെ ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട്. സോ എങ്ങനെ ബുക്ക് റീഡിങ് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു റെക്കോർഡ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇസ് ദർ എനി മെത്തേഡ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇസ് ദർ സംതിങ് ദാറ്റ് വി ഷുഡ് ഫോളോ? എന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ വായിക്കാതെ പറ്റില്ല. അപ്പൊ എന്റെ കാര്യത്തിൽ ഈ ഹാബിറ്റിന് ഒരു പ്രശ്നമില്ല. എനിക്ക് പുസ്തകം വായിച്ചില്ലെങ്കിൽ ഭ്രാന്തായി. അപ്പൊ ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പൊ കുട്ടി പറഞ്ഞ പോലെ കാര്യങ്ങൾ വളരെ നീറ്റ്ലി ഓർഡേർഡ് ആവണമെന്ന് വെച്ചാൽ അത് അഗതയുടെ വഴിയാണ് നല്ലത്. അഗത എന്താ ചെയ്യുക വെച്ചാൽ ഷീ കീപ്സ് എ റെക്കോർഡ് ഓഫ് ഇറ്റ്. അപ്പോൾ എല്ലാ വർഷവും ഏത് പുസ്തകം വായിക്കണം എന്ന് അവർക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ട്. ലൈക്ക് ഒരു പുസ്തകം കഴിഞ്ഞാൽ അടുത്ത, ഒരു പുസ്തകം കഴിഞ്ഞാൽ അടുത്ത, ഒരു പുസ്തകം കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് ഒരു ഫ്ലോ ചാർട്ട് വരെ വരച്ചു വെക്കും. അപ്പോൾ ദ പോയിന്റ് ഇസ് വി ആർ ഓർഗനൈസ്ഡ്, യുനോ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഗുഡ് റീഡ്സ് വെബ്സൈറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിൽ നമുക്ക് പ്ലെഡ്ജ് ചെയ്യാം. ലൈക്ക് ദിസ് ഇയർ ഐ ആം ഗോയിങ് ടു റീഡ് 100 ബുക്സ്. അപ്പൊ ഞാൻ അങ്ങനെ പ്ലെഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വയം ഒന്ന് ടിക്ക് ചെയ്യുക. അതായത് 100 ബുക്സ് വായിക്കാൻ പറ്റുമോ, 150 ബുക്സ് വായിക്കാൻ പറ്റുമോ, സ്വയം ഒന്ന് പ്ലെഡ്ജ് ചെയ്ത് വെക്കുക. ആ എണ്ണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്വയം മത്സരിച്ച് നോക്കുക. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതിനുള്ള എനർജിയും ടൈമും നമ്മൾ തന്നെ കണ്ടെത്തണ്ടേ. അപ്പൊ നമ്മളിങ്ങനെ സ്വയം ടിക്ക് ചെയ്ത് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വായിക്കാൻ കഴിയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചില ആൾക്കാരുടെ
ചിലപ്പോൾ 10 പുസ്തകം വായിച്ചിട്ടുണ്ടാവുള്ളൂ. ആ പുസ്തകം ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് അങ്ങനെ വായിച്ചാൽ മതി. അപ്പോൾ വായന ഓരോരുത്തർക്കും വളരെ 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 പേഴ്സണൽ ആയ ഒരു കാര്യമാണ്. എന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറി ടെൽ എന്നുള്ള ആപ്പ്, ഇറ്റ്സ് ആൻ ഓഡിബിൾ തിങ്. ഓഡിബിൾ ആയിട്ട് മലയാളം പുസ്തകങ്ങൾ കേൾക്കുന്നത് എനിക്ക് ഓക്കെയാണ്. ചില ആൾക്കാർക്ക് തീരെ പറ്റില്ല. അപ്പൊ എന്നെ പോലത്തെ ഒരാൾക്ക് അപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് ബുക്സ് ആവുമ്പോൾ വെൻ ഐ ഡ്രൈവ് ഐ പ്രിഫർ ലിസണിങ് ടു ഇംഗ്ലീഷ് ബുക്സ്. ദാറ്റ്സ് ഓക്കെ. ഒരാരും ഇല്ലെങ്കിൽ സമാധാനമായിട്ട് ഇംഗ്ലീഷ് ബുക്സ് കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മലയാളം ബുക്സ് കേൾക്കുമ്പോൾ നമുക്കത് ഓക്കെയാണ്. ഇംഗ്ലീഷ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അപ്പൊ നമുക്ക് മുഴുവൻ അത് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ ഹാബിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ബെസ്റ്റ് ഒരു ഡയറി എടുക്കുക, ഒരു വർഷത്തേക്കുള്ള ഒരു 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 ഇത്ര പുസ്തകം നമ്മൾ വായിക്കുന്ന ഒരു തീരുമാനമാക്കുക. ആ പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഫ്ലോ ചാർട്ട് വെച്ച് ഇന്ന പുസ്തകം കഴിഞ്ഞ് ഇന്ന പുസ്തകം കഴിഞ്ഞ് ഇന്ന പുസ്തകം കഴിഞ്ഞാൽ ഇന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു മാർഗം എന്താ വെച്ചാൽ മേ ബി ഇങ്ങനെ ചെയ്യാം. തിങ്കളാഴ്ച ഐ റീഡ്, അത് നിങ്ങൾക്ക് ഒരു വർക്ക് ഡു ആക്കിയിട്ട് തിങ്കളാഴ്ച ഞാൻ ഫിക്ഷൻ വായിക്കും, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഞാൻ ഹിസ്റ്ററി വായിക്കും, അങ്ങനെ ഓരോ ദിവസവും ഓരോരോ ടോപ്പിക്സ് വെക്കുക, അല്ലെങ്കിൽ ടൈം വെക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒരു ഇത്ര മണിക്കൂർ 3 മണിക്കൂറാണ് എന്റെ വായന, അങ്ങനെയെങ്കിൽ അരമണിക്കൂർ ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തമായിട്ടൊരു ചാർട്ടും ഒരു ഫ്ലോയും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വായിച്ചു തുടങ്ങും. ഞാൻ കണ്ടിടത്തോളം വായന ആഴ്ചയിൽ എഴുത്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എഴുതുന്നുണ്ട്. എന്റെ കവിതാ സമാഹാരം ഈ മാർച്ച് ഫസ്റ്റ് വീക്കിൽ വരും. അത് കവിതകളാണ്. കവിതകൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഇങ്ങനെ ഈ ഓർഡർലി ആയിട്ട് എഴുതാൻ കഴിയില്ല. കവിതകൾ ലൈക്ക് ഒരു ബേസ്റ്റ് ഓഫ് എനർജിയാണ്. ചടപടപടാന്ന് വരും, അപ്പൊ കിട്ടിയ എഴുതി, ഇല്ലെങ്കിൽ പോയി. പിന്നെ അതിന്റെ മുകളിൽ എഡിറ്റിംഗ് നടക്കുള്ളൂ. ബട്ട് ഐ ആം റൈറ്റിംഗ് എ നോവൽ റൈറ്റ് നൗ. നോവൽ റൈറ്റിംഗ് ഈസ് ലൈക്ക് ദിസ്. അപ്പൊ നമുക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് നമുക്ക് ഇങ്ങനെ ബേസ്റ്റ് ആൻഡ് സ്പീസ് അവിടുന്ന് ഇവിടുന്ന് കിട്ടുക. ബ്രെയിൻ സ്റ്റോമിംഗ് കഴിഞ്ഞാൽ പിന്നെ യു ഹാവ് ടു റിയലി സ്ലോ. നമ്മൾ ഇരുന്ന് എഴുതുന്നെ വേണം. എഴുതണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എ കണ്ടിന്യൂസ് തിങ്. അപ്പൊ എന്നും നമ്മൾ എത്ര സമയം എഴുതുന്നു സ്വയം തീരുമാനിച്ച് ആ സമയത്ത് ഇരിക്കെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് ടു ട്രൈ ടു പ്രൊഡ്യൂസ് സംതിങ്. സെയിം തിങ് അബൌട്ട് റീഡിങ് ഓൾസോ. ഒരു സമയത്ത് നമ്മൾ വായിക്കും തീരുമാനമാക്കിയിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് എന്നും നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ടോപ്പിക് തീരുമാനിക്കുക ആൻഡ് കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്, കീപ്പ് ഓൺ കണ്ടിന്യൂയിങ് ഇറ്റ്. അങ്ങനെ ചെയ്താൽ നമ്മൾ കുറച്ചും കൂടെ ഓർഡർലിയെ കുറച്ചും കൂടെ വായിക്കാൻ പറ്റും. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. പിന്നെ ബെസ്റ്റ് മാർഗം എന്താണെന്ന് വെച്ചാൽ കീപ്പ് ഓൺ പൈലിംഗ് ബുക്സ്. കയ്യിലുള്ള പൈസയ്ക്കുള്ള അനുസരിച്ചിട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ഒരുപാട് പുസ്തകങ്ങളാകുമ്പോൾ തന്നെ നമുക്ക് വായിക്കാൻ തോന്നും. എന്റെ ഒരു തോന്നലാണ്. ഞാൻ റൂമിൽ എന്താ വെച്ചാൽ എനിക്ക് സ്ഥലമില്ല. ഞാൻ ഹാപ്പി അബൌട്ട് ഇറ്റ്, ബട്ട് സത്യം പറഞ്ഞാൽ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പുസ്തകം കാണുന്നതോടും നമുക്ക് കീപ്പ് ഓൺ സീയിങ് ഇറ്റ്. ലൈക്ക് ഫുഡ് കാണുന്ന പോലെ തിന്നാൻ തോന്നുന്നു പറഞ്ഞ മാതിരി തന്നെ അത് നമുക്ക് വായിക്കാനും തോന്നും. ഐ ഫീൽ ഐ യൂസ് കിൻഡിൽ ടു. ഞാൻ കിൻഡിൽ യൂസ് ചെയ്യാറുണ്ട്. സോ അത് നല്ല മാർഗം കേട്ടോ. നിങ്ങൾക്ക് നടന്നു വായിക്കാം. ഞാൻ നടന്നു വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. വേറൊരു മാർഗമാണ് ഈ കിൻഡിൽ വളരെ യൂഷ്വലി. കിൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് റീഡർ. ഈ ബുക്ക് റീഡർ ആകുമ്പോൾ എന്റെ മെച്ചം എന്താ വെച്ചാൽ നമുക്ക് എവിടെ ഇരുന്നും എങ്ങനെയും വായിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഫിസിക്കൽ ബുക്സ് വേണമെന്ന് നിർബന്ധങ്ങളൊന്നും പിടിക്കാതിരുന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു വായന നടക്കും തോന്നുന്നു. I think I have answered your question. Anything else? ഹലോ സർ. പറയൂ. എന്റെ പേര് എലന. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാനല്ല. ആക്ച്വലി ചില ദിവസങ്ങളിൽ നമുക്ക് എന്ത് പറയണം, എന്ത് ചിന്തിക്കണം എന്നൊക്കെ അറിയാതിരിക്കുന്നത് എനിക്കങ്ങനെ ചില സമയത്ത് വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസമായത്. പിന്നെ ഞങ്ങൾക്ക് വിജയ് സാർ ആണെങ്കിൽ സാറിന്റെ കുറെ ലൈക്ക് യൂട്യൂബ് വീഡിയോസ്, ബുക്ക് റിവ്യൂസിനെ കുറിച്ചുള്ള കുറെ സെൻഡ് ചെയ്തായിരുന്നു. അപ്പം സാർ ഇപ്പോഴും പറഞ്ഞു റീഡിങ് ഇസ് എ ഹെൽത്തി അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സാറിന്റെ ഇപ്പോഴത്തെ ഒരു ടോക്ക് കേട്ടപ്പോൾ തന്നെ യുവർ ഇൻട്രസ്റ്റ് ടുവേർഡ്സ് റീഡിങ്, ആ ഒരു പാഷൻ, ഓരോ ബുക്സിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമുക്ക് എനിക്ക് ഒരു കൊതി എന്നിലോട്ട് ഒരു എന്താ ചേർന്ന പോലെ ഒരു ഹാപ്പിനെസ്. അങ്ങനെ തന്നെയാണല്ലോ. അതല്ലേ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഐ ആം ആൻ അഡിക്റ്റ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് മൈ ഫേവറേറ്റ് ട്രാക്ക്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഹാവ് ഡിസയർ ഫോർ ബുക്സ്, ഡിസയർ ഫോർ നോളജ്, ഡിസയർ ഫോർ റിയലി സീയിങ് ന്യൂ തിങ്സ്. അങ്ങനെ ആയാൽ മതി, അത്രേ വേണ്ടു ഇതില്ലേ മോള്. ഇപ്പോ മോളി പറഞ്ഞ മാതിരി പാഷൻ വരുന്നത് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ആളല്ലായിരുന്നു. ഐ ഹാഡ് നത്തിങ് ടു ടോക്ക് അബൌട്ട്. ഐ വാസ് ഇപ്പോഴെന്താണ് നമ്മളെപ്പോഴും ഒരു പ്രോസസ്സാണ്.
it's all a part of evolution actually. And evolutionന്റെ സമയത്ത് നമ്മളെ ബുക്സ് ആണ് വേണ്ടത്. ബുക്സ് ക്യാൻ റിയലി ഹെൽപ്പ് യു. ബുക്സ് a bit of music I suppose. കുറച്ച് മ്യൂസിക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ദ പോയിന്റ് ഇസ് ബുക്സ് ക്യാൻ റിയലി ടെക്കിൾ യു. നിങ്ങളെ തലച്ചോറ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം എന്താ വെച്ചാൽ നമ്മൾ ഹാപ്പി ആവുന്ന ഡോപ്പമൈൻ എന്ന് പറയും. ഡോപ്പമൈൻ എന്നുള്ള ആ ഒരു കെമിക്കൽ ഉണ്ടാവുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ഹാപ്പി ആവുന്നത്. അപ്പോൾ ബുക്സ് സ്ഥിരമായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് ഈ ഡോപ്പമൈൻ നന്നായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ബിക്കോസ് ചെറിയ കാര്യത്തിൽ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്താൻ പറ്റും. ബിക്കോസ് വി സീ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് വി സീ ലോട്ട് ഓഫ് പെയിൻ. നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബാക്കിയുള്ളവരുടെ പെയിൻ മനസ്സിലാവും. എംപത്തി കൂടും. ഇഫ് യു ആർ എ റെഗുലർ റീഡർ യു ബിക്കം മോർ എംപത്തറ്റിക്. ഇഫ് യു ആർ മോർ എംപത്തറ്റിക് യു ബിക്കം മോർ പാഷനേറ്റ്. ദാറ്റ് ഈസ് 1+1 = 2 എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, എഴുത്തുകാരി അല്ലെങ്കിൽ സംതിങ് ക്രിയേറ്റീവ് ആവണം വെച്ചാൽ യു ഹാവ് ടു ബി റിയലി വൾണറബിൾ ആവണമെങ്കിൽ നമുക്ക് നമ്മളുടെ തന്നെ ഒരുപാട് ഫോർട്ടുകളുണ്ട്, ചില കോട്ടകളുണ്ട്. ആ കോട്ടകൾ നമ്മൾ തന്നെ തകർക്കണമെങ്കിൽ യു നീഡ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, ന്യൂ വേ ഓഫ് സീയിങ് തിങ്സ്. കാര്യങ്ങൾ പുതിയ രീതിയിൽ കാണാൻ പറ്റണം. കാണണമെങ്കിൽ ഏറ്റവും നല്ലത് പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ നമ്മൾ കാണുന്തോറും നമ്മൾ പലപ്പോഴും ഒരു എഴുത്തുകാരുടെ ഏറ്റവും ഡീപ്പായ അടിമനസ് കിടക്കുന്ന കാര്യങ്ങളായിരിക്കും അവർ എഴുതുക. അവരുടെ പേരിലല്ല ആയിരിക്കും എഴുതുക, പക്ഷെ അതാണ് അവർ എഴുതുക. അപ്പൊ നിങ്ങൾ ആക്ച്വലി പലപ്പോഴും അവരുടെ ഹസ്ബൻഡോ അവരുടെ വൈഫോ അറിയുന്നേക്കാളും ക്ലോസ് ആയിട്ട് നിങ്ങൾ അവരെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ സോളിന്റെ ഒരു പാർട്ടാണ് പലപ്പോഴും. അത്തരം കാര്യങ്ങൾ നമ്മൾ വായിച്ചു തുടങ്ങിയാൽ തന്നെ നമ്മൾ പാഷനേറ്റ് ആവും. വേർ ഇസ് നോ അതർ വേ. യു ആർ നോയിങ് അതർ. ഇറ്റ്സ് ഞാൻ കണ്ടിടത്തോളം ഏറ്റവും ഈക്വാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഏറ്റവും വർക്കൗട്ട് ആവുന്ന ഒരു സ്പേസ് ആണ് എഴുത്ത്, വായന. ബിക്കോസ് അവിടെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ എഴുത്ത് സംഭവിക്കുമ്പോൾ, എന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഈ നോവൽ എഴുതുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് തോന്നും ഇപ്പൊ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന ഈ ഒരു സംഗതി ഞാൻ മുന്നേ ചിന്തിച്ചതല്ലായിരിക്കും, പക്ഷെ ഇന്ന് സംഭവിച്ചൊരു കാര്യത്തിന് എനിക്ക് അത് കിട്ടും. അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ദ സ്റ്റോറി ഈസ് റൈറ്റിംഗ് ഓൺ ഇറ്റ്സ് ഓൺ. സ്റ്റോറി അതിന്റെ കഥ അതായിട്ട് എഴുതുന്ന പോലെ ഫീൽ ചെയ്യാൻ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. നിങ്ങൾ സ്ഥിരമായിട്ട് എഴുതുന്ന ആൾക്കാരോട് സംസാരിച്ച് അവർ എപ്പോഴും പറയും ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഐ ആം നോട്ട് റൈറ്റിംഗ്, ദ സ്റ്റോറി ഈസ് റൈറ്റിംഗ് ഓൺ ഇറ്റ്സ് ഓൺ. സ്റ്റോറി സ്വന്തമായിട്ട് ഇറ്റ് ഗെറ്റ്സ് ലൈഫ് ഓൺ ഇറ്റ്സ് ഓൺ. യു നോ വാട്ട് ഐ ആം സെയിങ്? സോ ആ ഒരു ഫീലിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ വായിച്ചാൽ മതി, പ്രത്യേകിച്ച് വേറെ ചെയ്യണ്ട. കീപ് ഓൺ റീഡിങ്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന, നമുക്ക് കുറച്ച് സമയം മാത്രം വേണ്ട, കുറച്ച് മനസാന്നിധ്യം മാത്രം വേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ആക്ച്വലി വളരെ 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 പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. എവ്രിബഡി ആർ. വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്, എവ്രിബഡി ആർ ലൈക്ക് എ വാക്കിംഗ് ഡൈനാമിറ്റ്. നടക്കുന്ന ഡൈനാമിറ്റ് പോലെയാണ്. പക്ഷെ പോയിന്റ് നമ്മൾ ഒരിക്കലും തിരിച്ചറിയാൻ നമ്മുടെ സൊസൈറ്റൽ കോൺസ്ട്രക്ട് അങ്ങനെയാണ്. അപ്പോ ഈ സൊസൈറ്റൽ കോൺസ്ട്രക്റ്റിന്റെ ഉള്ളിലൂടെ പലപ്പോഴും പുറത്തു ചാടി പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ് പലപ്പോഴും എഴുത്തുകാരായി മാറുക, മോസ്റ്റ് പ്രോബബ്ലി. അപ്പൊ അവരാണ് എഴുതുന്നത്. അപ്പൊ അവരുടെ ജീവാംശം അതിൽ കിടക്കും. ജീവാംശം അതിൽ ഉണ്ടാവുന്നിടത്തോളം നിങ്ങൾക്ക് ജീവൻ കിട്ടും. യു ആർ ഗെറ്റിംഗ് എ ലൈഫ് ഓൺ ഇറ്റ്സ് ഓൺ. അപ്പോ നിങ്ങൾ വായിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എഗെയിൻ എന്നെ നോക്കിയിട്ട് വൈ ഐ ആം പാഷൻ, ബിക്കോസ് ഞാൻ കുറച്ച് കാലമായി വായിക്കുന്നതാണ്. പ്രായത്തിന്റെ ഉണ്ട്. 33 വയസ്സെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 16-ാം വയസ്സിലോട്ട് വായിച്ചു തുടങ്ങി. അത്രയും കാലം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം റീഡിങ് എവറി ഡേ. മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ടൈം റിയലി ഫാസ്റ്റ് ഇത്ര പെട്ടെന്ന് സമയം പോണേ. അപ്പോൾ നമുക്കധികം സമയമില്ല. എന്ത് സംഭവിക്കാം? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടൈം ടു ബി അലൈവ് ആൻഡ് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് ടൈം ടു ബി അലൈവ്. നമ്മുടെ അത് മറ്റേ ഇയാൾ പറഞ്ഞ പോലെ ആ നോവൽ ഏതാടോ അതൊക്കെ മനസ്സിലായോ? ആ നോവൽ ചാൾസ് ഡിക്കൻസിന്റെ ആ നോവലില്ലേ, വിജു സാറിന് ഓർമ്മയുണ്ടോ? എക്സാക്ട്ലി, ടെയിൽ ഓഫ് ടു സിറ്റീസ്. എക്സാക്ട്ലി അതിന്റെ സ്റ്റാർട്ടിങ് പറയുന്നതാണ്. പക്ഷെ അത് തന്നെയാണ് എല്ലാ സമയത്തും ഉള്ളത്. അങ്ങനെ തന്നെയാണ് ലോകം എപ്പോഴും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടൈം ടു ബി alive, it's a dangerous time to be alive. Beauty and danger, it goes along with each other, and that's how life is supposed to be. Life has to be uncertain. That's the way it is. Can't help it. But that uncertainty has a beauty, as a way of really keeping you calm. Because Troy എന്നുള്ള സിനിമയുണ്ട്. ട്രോയ് എന്നുള്ള സിനിമയില് അതിലൊരു അടിമയോട് നമ്മുടെ ജോണി ഡെപ്പ് ഈസ് ടോക്കിംഗ്, അഖിലേസ് ഈസ് എ ക്യാരക്ടർ, പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ദൈവങ്ങൾക്ക് നിങ്ങൾ ഇത്ര ഇഷ്ടമെന്ന്. അയ്മര അടിമയാണല്ലോ. ആ അടിമ ഇയാളോട് ചോദിക്കുകയാണ്. അപ്പൊ അഖിലേസ് പറയുന്ന പോയിന്റ്, ഇഫ് ഐ നോട്ട് റോങ്, അഖിലേസ് ആണ് പറയണത്,
ദൈവങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. They have a lot of time. They are immortal. So they can really do whatever they want, which really reduces the beauty of it. അത് അതിന്റെ ഭംഗി കുറയ്ക്കും. We are mortals. We don't have much time. That really amplifies everything. That really gives you that kick. That really, that you're going to die. You know that you're going to end. You really know that there is an end in sight. And before that, you have some time to live, to breathe, to love, to be what you really want to be. And that's what it's all about, right? And if you read a lot, if you really love a lot, if you really think a lot, if you really empathize a lot, if you really see a lot, if you really touch a lot, touch not in the sense the physical touch, if you really see a lot of lives through this medium, you really change. When you change, and change is beautiful. Change is the only constant. മാറ്റമാണ് ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത ഒരേ ഒരു സംഗതി. Everything else is not constant, and change is the only constant. And change, be part of the evolution, be the evolution. You evolve. That's why I told you that you read everything. You really rock the foundations of yourself. That's the way you have to live. Then only you are living, or else you are simply dying every day, not living. Hope you're clear. Thank you, sir. Actually, what happens with me is that there's a time. Sorry. There was a time when I was much younger. I think I used to read so much. There is a in my family and all, it's considered to be positive. കുറച്ച് വായിക്കുന്നതാണല്ലോ, അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് കൂടെ I used to simply sit and read, and പുറത്ത് കൂടെ ഇന്ററാക്ട് ചെയ്യാൻ അധികം പേര് മൈ ഏജ് പിയേഴ്സ് അധികം ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രായത്തിൽ ഒരുപാട് വായിക്കുമായിരുന്നു. ബ്ലെസ്സി സെഡ്, I have no idea what I was reading at that time. പിന്നെ now when you say read everything, it's sometimes we're sitting in front of a book and we're going through 20-30 pages, and then we suddenly realize, oh my god, what was I reading all through this time? I don't gather anything sometimes. And then ഇപ്പം പല ജേർണൽസ് മിക്സ് ചെയ്ത് 1, 2, 3 പുസ്തകം മാറ്റി വായിക്കാന്ന് പറഞ്ഞപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, I start reading a book, it takes me some time to get into that that space, and then ആ ഒരു മൊമെന്റം കിട്ടിയിട്ട് പിന്നെ sometimes some books are I don't know, not till your level or something, but sometimes some books are so touches you so much, and എനിക്കത് താങ്ങാൻ പറ്റാതെ തോന്നും. So once I finish reading, it's what just happened, and it's I need some time to process and be okay. So yeah. എന്നെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, I told that you have to read 3 books at a time. I'm not saying that you have to, you can. ഓരോരുത്തർക്കും ഓരോ പോലെ. ചില ആൾക്കാർ ഒരു ദിവസം ഒരു പാരഗ്രാഫ് ആയിട്ട് വായിക്കുക. ഇറ്റ്സ് എ പ്രോസസ്. യു എൻജോയ് യുവർ പ്രോസസ്. ഓക്കെ, ഡസന്റ് മാറ്റർ. It really doesn't matter how many books are you reading. If you really matters if you are reading well. നിങ്ങൾക്ക് ശരിക്കും വായിച്ച് ഉള്ളിലോട്ട് കയറുന്നുണ്ടപ്പോൾ എന്നെ പറഞ്ഞല്ലോ, വായിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രോസസ് ചെയ്യാൻ ടൈം വേണം. ദാറ്റ്സ് ഓക്കെ, യു ടേക്ക് യുവർ ടൈം. മേ ബി ആ പ്രോസസ്സിംഗ് ടൈമിലായിരിക്കാം നിങ്ങൾ റിയലി നിങ്ങൾ ചിന്തിക്കുന്നത്. അവിടെ ആയിരിക്കാം നിങ്ങളുടെ തലച്ചോറ് ഈ പറഞ്ഞ മാതിരി വേറെ രീതിയിലേക്ക് ആവുന്നത്. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഞാൻ മാത്സിൽ ഭയങ്കര മോശം. അപ്പോൾ പണ്ട് ഞാൻ പഠിച്ചിരുന്ന ഈ ഒരു എന്താ പറയുക, ട്യൂഷൻ ക്ലാസ്സിലൊക്കെ സാറന്മാരെന്നെ തല്ലുമായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ തല്ലുകൊള്ളുക നമുക്ക് അതിന് ശീലമില്ല, നമുക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു, ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ കണക്ക് തെറ്റുന്നത്. ബിക്കോസ് എൻ്റെ തല അങ്ങനെ വയേർഡ് അല്ല. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് മാത്സ്. 1 കൂട്ടി 2 എന്ന് പറയാൻ തന്നെ എനിക്കറിയൂ, കൂട്ടാനും കുറയ്ക്കാനും അറിയൂ. ബാക്കി എനിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. വാട്ട് ഈസ് ഇറ്റ്? അപ്പോൾ എന്നാൽ എനിക്ക് ഈ ഫാന്റസി പറ്റും. എനിക്ക് പറ്റുന്ന കാര്യങ്ങളുണ്ട്. എനിക്ക് വാക്കുകൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. എനിക്ക് എന്താ പറയുക, ക്യാരക്ടേഴ്സിന്റെ പേര് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആൾറെഡി ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഫാന്റസി സീരീസിന്റെ ഒരു നോവൽ, അടുത്ത നോവൽ ഞാൻ ആൾറെഡി എഴുതി. അപ്പോൾ അതിന്റെ വേൾഡ് ബിൽഡിംഗ് ഞാൻ ചെയ്തു. വേൾഡ് ബിൽഡിംഗ് ചെയ്യാൻ എനിക്ക് പറ്റും. അവരുടെ ഓരോരോ ആ വേൾഡിൽ എന്തെല്ലാം തരത്തിലുള്ള ലോസ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റും.
ഐ ക്യാൻ, ഓഫ് കോഴ്സ്. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് പറ്റും, പറ്റാത്ത എനിക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് വായിക്കാൻ, എന്നെ കൊണ്ട് ഇത്ര വായിക്കാനേ പറ്റുള്ളൂ, ദാറ്റ്സ് ഓക്കെ. Elena is Elena, Arjun is Arjun. Doesn't matter. You just enjoy the process, get something out of it, and really have fun. That's what matters the most. Thank you, sir. It was really so much joy listening to you. സന്തോഷം ഇവിടെ ഉണ്ട്. Any other questions? Sir, maybe it's time we can ask, as a reader, as an avid reader, maybe it is time we ask you to read a poem of your own. My own. Yes. Book publishing എന്നല്ലേ പറഞ്ഞത്? ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, മലയാളമാണ്. That book is here somewhere. Give me 2 minutes, okay. അതിന്റെ PDF കോപ്പി ഇവിടെ ഇരിക്കുന്നുണ്ട്. Let me check. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞോ? Publish ചെയ്തിട്ടില്ല. That is comes out in March. No worries. I will read an English. That is Malayalam, right? ഇല്ല, കുഴപ്പമില്ല സാർ, ഏതായാലും കുഴപ്പമില്ല. മലയാളത്തിൽ എഴുതുന്നവരുണ്ട്. I don't know. ഇതൊരു എന്റെ കവിതകൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതൊരു ഗദ്യ കവിതകളാണ്. കവിതയാണെന്ന് തമ്പുരാൻ അറിയാം. ഞാൻ അങ്ങനെ എഴുതും. അതെന്താ വെച്ചാൽ അത് ഗദ്യമല്ലാന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് പദ്യം എന്ന് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. സോ ബിയർ വിത്ത് മീ. ഹെഡിങ് ഒന്നുമില്ല കേട്ടോ. നിലാവേ, നിണമേ, നിശബ്ദതയെ, നീലാകാശമേ, നിന്റെ മിഴികളുടെ തീ കരിച്ച വഴികളുടെ ഓരം താണ്ടി പറന്ന വണ്ടുകളുടെ മർമരത്തിന്റെ കൽമഷം താണ്ടി മറന്നുവച്ച കാൽപെരുമാറ്റങ്ങളുടെ കല്ലറകൾ താണ്ടി ഞാൻ വരാം. നിന്നിൽ അഭയം പ്രാപിക്കാം. നിന്റെ രക്തം ഊർന്ന ഓർമ്മകളെ നുണഞ്ഞ് ഒരു രക്തരക്ഷസായി, ഇരുട്ടിന്റെ പകലായി, ഇരുളടഞ്ഞ വെയിലായി, ഇമ്പമായി, ഈണമായി ഞാൻ അലിയാം. എഴുതാതെ, പറയാതെ, അറിയാതെ, അണിയാതെ, അലിയാതെ വച്ചതെല്ലാം എറിഞ്ഞുടച്ച് തകർന്നടിഞ്ഞു. വേഷങ്ങളും രോഷങ്ങളും വെടിഞ്ഞു. കാറ്റിന്റെ ഈണം മാത്രം തെളിഞ്ഞു. അത്രേ ഉള്ളൂ. എന്താണെന്ന് ചോദിക്കരുത്. എന്റെ കവിതകളൊക്കെ എങ്ങനെയാണ്? ഷോർട്സ് സ്പേർട്സ് ഓഫ് എനർജി. അത് വരും, അത് പോവും. അപ്പൊ വരുന്നൊക്കെ ഞാൻ എഴുതി വെക്കും. ഈ പറഞ്ഞ പോലെ കവിത ഞാൻ പേരിടും. യെസ്, എക്സസൈസ്. ഒരു നല്ല എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് ഇതാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാല്, നിങ്ങൾ എൻ്റെ ചാനൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അർജുൻ ബുക്ക് ബ്ലോഗർ എന്നാണ്. അത് നിങ്ങൾക്ക് FBയില്, ഇൻസ്റ്റയില്, യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഫോൺ നമ്പർ പറഞ്ഞുതരാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, താല്പര്യമുള്ളവർക്ക് 9544395362. എന്തിനാ ഇത് വെച്ചാൽ, ഞാൻ ഒന്നുകൂടെ പറയാം, 9544395362. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് തരാണ്. 1 month ടൈം, 1 month, നെക്സ്റ്റ് അടുത്ത മാസം എന്നാണല്ലോ പറയണത്. അപ്പൊ അതിന് മുന്നേ ചെയ്യാനെന്താ വെച്ചാൽ, എനിക്ക് വേണ്ടത്, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഐഡിയക്ക് വേണ്ടി പറയാണ്, ഒരു സിനോപ്സിസ് ഉണ്ടാക്കുക. ജസ്റ്റ് മേക്ക് എ സിനോപ്സിസ് വിത്ത് ദിസ് ഐഡിയ. എ ലവ് സ്റ്റോറി സെറ്റ് അമിഡ്സ് ദി ഓവർആർച്ചിങ് തീം ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് ഇറ്റ്സ് ഓൾറെഡി ദെയർ, നമുക്കറിയാം. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒരു തീമാക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് മെയിൻ ആയിട്ടോ അത് സൈഡിലായിട്ടോ അതിലൂടെ
or a love story, any kind of love story. It can be a straight, it can be a lesbian, doesn't matter. It can be a love between a son and his mother, or doesn't matter. There has to be a central theme of love there, and there has to be a central theme of climate change. Yeah, and what I want is what I really want you to think about a novel with along these lines and make a synopsis. Synopsis പറഞ്ഞാൽ എങ്ങനെയാ, എന്തെല്ലാം ഒരു ബേസിക് ഐഡിയ, ആ ക്യാരക്ടേഴ്സ്, ഈ ക്യാരക്ടേഴ്സ് ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് മൊത്തത്തിൽ ഏതാണ്ട് ഒരു ഒരു 2-3 പാരഗ്രാഫിൽ എന്താണോ അതിലുള്ളതെന്ന് നമുക്ക് സ്വയം ഐഡിയ കിട്ടണം. എന്തുകൊണ്ടാണ് പറയണ വെച്ചാൽ സിനോപ്സിസ് എഴുതിയാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല. സിനോപ്സിസ് മേക്കിംഗ് ഈസ് എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ആ സിനോപ്സിസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി വെച്ചിട്ട് നമുക്ക് നോവൽ എഴുതാൻ പറ്റും. സോ ഇത് എഴുതുന്ന ആൾക്കാരോ എഴുതാത്ത ആൾക്കാരോ ഒക്കെ ഉണ്ടാവാം. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എനിക്ക് തന്നത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ ഒറിജിനൽ ഐഡിയാസ് ഞാൻ കോപ്പി അടിക്കില്ല. യു നോട്ട് ഹാവ് ടു വറി. I really support original works. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഇപ്പോ ടൊറൻസിൽ ഒരു സിനിമ വന്നപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണില്ല. I always make sure that I pay. Okay, I really support ആർട്ടിസ്റ്റുകൾക്ക് പേയ്മെന്റ് കിട്ടണം എന്ന് പറയുന്ന ആളാണ്. ഇപ്പോ ഫ്രീ PDF ഞാൻ വായിച്ചിട്ടുണ്ട്. 15 വർഷം മുന്നേ ഫ്രീ PDFs ഒക്കെ 10 വർഷം മുന്നേ വായിച്ചിട്ടുണ്ടാവാം. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ശരിക്കും ഈ വർക്കിന്റെ പിറകിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലായതിനു ശേഷം ഞാൻ ജമ്മത്ത് ഞാൻ പൈസ കൊടുക്കാതെ ഒരു പുസ്തകം വായിച്ചില്ല. ലൈബ്രറി പോയേ വായിക്കുള്ളൂ, അതല്ലെങ്കിൽ. സോ ഐ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് I really give due to the artist. So if you are sending your original ideas to me, I just want to see it. I just want to really go through your ideas. That's it. I can really help you if you want. That's it. That's the only thing. So think about it. An idea about love amidst the climate change, and make a synopsis out of it, and send to me, and we can discuss on it. If you feel like, and again, if you're okay with it, we can discuss on it, and we can make a video out of it, and we can discuss on that. Doesn't matter, as you wish. So make sure that what you have started here will not end today. Okay, because this class is all about writing, right? Start writing, because as I've told you, there is climate change. There is a huge wave of diabetes happening in India. There is a lot of cancer here, and anybody can die if you step out of your home. You don't know how. Corona is there. You have no clue. So we have very, very less time with us. And I told you it's a beautiful time to be alive, and be really productive. If you really want to write, start writing today. Every day, at least every week, find time for yourself. Find time for yourself. Very important. Start loving yourself. Start meditating if you're not started. It's a beautiful way of putting yourself in control. Okay, meditation is very simple. It is simply doing nothing. We usually sleep that time. Don't do that. Sit somewhere quietly. Try to empty your mind, or really try to fill your mind with one thought. Both is meditation. Doesn't matter. Keep doing it every day, at least 5 to 10 minutes. Really train your mind. Really be somebody who has a strong will. Then only you can be a writer. Then only you can be a creator. Then only you can be really who you want to be. I always talk about J.K. Rowling when I really want to, talk about a person who had that many odds against her. You know about J.K. Rowling, right? She was a single mother, and she was having everything against her. She used to go to a coffee shop to write, just because her central air condition was not working. There was no heat in her home. And think of it. Her first book was, rejected by at least 4 to 5 publishing companies. Think of them. Just think of them. How foolish they could have thought of themselves right now. And Bloomsbury took her, and the first book came out around 1998 or something. By the 4th book, she was among the billionaires. Suddenly, I'm not talking about money here, okay? She started doing charity after that, and she lost her billionaire status. That's what happened. Why I talked about, I'm so happy to say that one of my favorite authors comes up to be females. One is Ayn Rand, she is a female. One is J.K. Rowling, she is another female. There is only one male there, J.R.R. Tolkien, and he is so empathetic. What I am telling you is, this world needs stories. Every time, every world needs good stories, and that's up to you and me. And we need stories that really resound, not just simple stories that can be forgotten in one day. No, we need stories that can be told again and again and again and again. That's where the power of literature lies.
That's the power of words. That's the power of human thought. Hope you got something out of it today, and hope that you will do this exercise, and hope you will come up with something really, earth-shattering. I really want to listen to your ideas. I really want to read your ideas. I really want to read your novels. I hope. Email ID Endo? Email ID. Oh, sure. Chat box type. Sure. Students can send it to his email. എവിടെയാ സാർ ഈ സാധനം? സാർ ലാപ്പിലാണോ ഫോണിലാണോ? അല്ല, മൊബൈലാ. റൈറ്റ് സൈഡിലാ 3 ഡോട്ട്സിലാണോ? In-call messages, share screen, turn on captions. In-call messages. In-call messages. Okay. Please note down his email ID. Agatha, it's time for you to sum up. We had a good session. Thank you so much, sir, for this wonderful session. I'm here. എന്താ പറഞ്ഞേ? Sum up ചെയ്യാവോ? Sum up ചെയ്യാനോ? Like sum up ചെയ്യാൻ മാത്രം ഒന്നും ശ്രദ്ധിച്ചില്ല. But totally സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ he was pumping back on me. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഒരു വലിയൊരു പമ്പായിട്ട് വന്നിട്ട് അടിച്ച പോലെ. എനിക്ക് തോന്നുന്നു വായിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തവർക്ക് പോലും എന്തെങ്കിലുമൊക്കെ വായിക്കണം എന്നുള്ള ഫീൽ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അർജുൻ റോയായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ ആ ഒരു ഇതാണ്. ഇപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ എല്ലാവരും ഇതിൽ പങ്കെടുത്ത 12 പേരും ആ സംസാരം തുടരുമെന്ന് എനിക്ക് തോന്നുന്നു. മട്ടിലാണ് സംസാരിച്ചത്. ഭയങ്കര എനർജി ആയിരുന്നു. ബുക്സിനെ കുറിച്ച് പറയുമ്പോൾ ഒബ്വിയസ്ലി അത്ര എനർജി ഉണ്ടായിരിക്കും. പിന്നെ മെത്തേഡ്സ്, പല മെത്തേഡ്സ് സജസ്റ്റ് ചെയ്തു. പിന്നെ ഗൂഗിൾ റൈറ്റ്സ് പറഞ്ഞു. നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മളെ തന്നെ ബുക്സിന് അഡിക്റ്റഡ് ആക്കാം എന്നുള്ളതെന്ന് വളരെ രസമായിട്ട് പറഞ്ഞു തന്നു. സോ ഞാൻ ഫോർമലി താങ്ക്സ് ഒന്നും പറയുന്നില്ല, എങ്കിലും വളരെ സന്തോഷം. എന്റെ കോളേജിലെ എന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും പിന്നെ അർജുൻ ബ്രോയെ കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ, ലിങ്ക് ആയിട്ടില്ല. ഒത്തിരി സന്തോഷം. അപ്പൊ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഇതൊരു ഫ്രൂട്ട്ഫുൾ സെഷൻ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പറഞ്ഞ എക്സസൈസ് എന്താന്ന് ഞാൻ കേട്ടില്ല. ആക്ച്വലി ഞാൻ PSC പരീക്ഷയ്ക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. പക്ഷെ അത് എല്ലാവരും നന്നായിട്ട് ചെയ്ത് അതിനെ ഫ്രൂട്ട്ഫുൾ ആക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ രണ്ടുപേർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും. എല്ലാവരും നന്നായിട്ട് തന്നെ വായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു അർജുൻ സാർ. വളരെ വാല്യുബിൾ സെഷൻ ആയിരുന്നു. ബുക്ക് റിവ്യൂ, ബുക്സിനെ കുറിച്ച് താല്പര്യം കുട്ടികൾക്ക് ഉണ്ടാക്കാനായിട്ടും I thought it was helpful, and thank you for the creative writing exercise. I hope all students will do it. All students who want to write will do it. Thank you so much, sir. Thank you, students. Let's join in for our next session next time. Thank you, sir. താങ്ക് യു സാർ. താങ്ക് യു. നീ PSC പഠിക്കാൻ പോയിടയ്ക്ക്? ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കാൻ പോവാ. ഓക്കെ. താങ്ക് യു. ശരി. ഓക്കെ സാർ. ബൈ ബൈ. All the best. താങ്ക് യു.